ലൈഫിലെ മനുഷ്യർ മിസ്റ്റേക്കുകൾ വരുത്തുവാനുള്ളൊരു പ്രധാന കാരണം, എല്ലാവർക്കും അറിയാം തെറ്റ് ചെയ്യരുത്, പക്ഷേ ഒരുപാട് മിസ്റ്റേക്കുകൾ ജീവിതത്തിൽ വരുന്നതിൻ്റെ പിന്നിലൊരു കാരണം ലൈഫിൽ അനുഭവിക്കുന്ന കടന്നു പോകുന്ന സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ അവർക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാൻ മേലാതെ പോകുമ്പോഴാണ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് കടന്നു വരാറുണ്ട് അല്ലേ? ജോലി സ്ഥലത്ത്, വീട്ടിൽ തന്നെ. ചിലപ്പോൾ നിങ്ങളുടെ റെൻറ്റ് പേ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഓർത്ത് പറയുമായിരിക്കും. നിങ്ങളുടെ മോർഗേജ്, റെൻറ്റ്, ഒരു ലോൺ അടച്ച് ലോണിൻ്റെ റീപേയ്മെൻറ്റിനെ കുറിച്ച് ഓർത്തുള്ള പറയും. നിങ്ങളൊരു ബിസിനസ് നടത്തുവാണെങ്കിൽ ആ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം, ചിലപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുക, അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തുള്ള സ്ട്രെസ്സ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി കാരണം നിങ്ങൾക്ക് അവിടെ തുടർന്നു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ ആ പ്രസൻസ് തന്നെ നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ വരുത്തുന്നു. ജോലിയിൽ മിസ്റ്റേക്ക് വരുത്തുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫിൽ തന്നെ റിലീഫ് കിട്ടാൻ വേണ്ടി ആൾക്കാർ എന്തെങ്കിലും കാര്യത്തെ അവർ ആ ഒരു സ്ട്രെസ്സിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി മനുഷ്യർ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈശോ നിങ്ങൾക്ക് ആ സ്ട്രെസ്സിൽ നിന്ന് വിടുതൽ നൽകുവാൻ ദൈവം ആഗ്രഹിക്കണം. ഈ ഒരു ക്രിസ്മസ് ടൈമിൽ സ്ട്രെസ്സിൽ നിന്ന് വലിയൊരു റിലീഫ് പരിശുദ്ധാത്മാവിന് നൽകുവാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്ത് ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യം കാരണം നിങ്ങൾക്കത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാൻ മേല. ബട്ട് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ഡെലിവറൻസ് തരാൻ പറ്റും ആ ഒരു മേഖലയിൽ. ഞാനൊരിക്കലും വർക്ക് ചെയ്തൊരു സ്ഥലത്ത് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റാതെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ആൾക്കാർ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ചില ദിവസങ്ങളിൽ അവരുടെ കൂടെ 12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ 12 മണിക്കൂർ, ഓരോ മണിക്കൂറും നമ്മൾ എന്നാ പറയുന്നത്, ഈ ഭയങ്കര സഹനമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടോർച്ചറാണ്, അതിന് പറയാൻ വാക്കുകളില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ നിങ്ങളിന്ന് കടന്നു പോകുന്നുണ്ടായിരിക്കും. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചില ആൾക്കാരൊക്കെ പറയും അവർക്കും സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായ സിറ്റുവേഷൻസാണ്. കാര്യം മനുഷ്യർ നോക്കുമ്പോഴത്തേക്കും ജോലിയുണ്ട്, കാര്യങ്ങളൊക്കെ ശമ്പളം ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ഈ മനുഷ്യർ കടന്നു പോകുന്ന ചില മേഖലകളുണ്ട്, ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് കാരണം ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇതിലും വലിയ കാര്യമാണ്. വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ നാളത്തെ അടുത്ത ദിവസത്തെ ഓരോ പ്രോഗ്രാമിൻ്റെ കാര്യവും അതും ഇതും എല്ലാം പറഞ്ഞ് വീട്ടിലും ബഹളമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ആൾക്കാർ പബ്ബിലും ബാറിലും ഒക്കെ പോകും. എന്നോട് പറയും മദ്യപിച്ച് കഴിയുമ്പോൾ റിലീഫ് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ റിലീഫ് കിട്ടാൻ വേണ്ടി മദ്യപിക്കാൻ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ മദ്യപാനികളായി, ആൽക്കഹോളിക്സ് ആയി പോയിട്ടുള്ളവരും നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും അറിയാം ഇത് നല്ലതല്ല, ശരീരത്തിന് നല്ലതല്ല, കുടിക്കുന്നൊന്നും നല്ലതല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്ട്രെസ് ഈസ് കോസിങ് ദം ടു മേക്ക് ഓൾ ദീസ് മിസ്റ്റേക്സ്. സോ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ ആൻ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ, എ റെമഡി ടു ഗെറ്റ് എ റിലീഫ് ഫ്രം സ്ട്രെസ്. എന്നാൽ ഈശോ നിങ്ങളെ അറിയുന്നു, നിങ്ങളെ മനസ്സിലാക്കുന്നു. ജീസസ് വാണ്ട്സ് യു ടു നോ. ഈശോ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ഈശോയ്ക്ക് പറയാനുള്ളൊരു കാര്യം, ഒന്നാമത്തെ കാര്യം, ഈശോയ്ക്ക് വചനത്തിലേക്ക് നമ്മൾ കാണുന്നത് എന്താ? ഈശോയുടെ സ്നേഹമാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ? ഈശോ നമ്മളെ വിളിക്കുവാണ്, അധ്വാനിക്കുന്നവരുമേ ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. അപ്പോൾ ഒരു കർത്താവ് പകർന്നു തരുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആശ്വാസം ഉണ്ട്. അത് വീഞ്ഞിനോ മദ്യത്തിനോ ഡ്രഗ്സിനോ തരാൻ പറ്റത്തില്ല. അതിനേക്കാളും ഹയർ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ അനുഭവിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി തരാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പ്രഘോഷിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രഘോഷിക്കണം എന്ന് ഈശോ ഒത്തിരി ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ ഈശോ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് റിലീഫ് തരാൻ, നിങ്ങൾക്ക് ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡെലിവറൻസ് നൽകുവാൻ കർത്താവിന് സാധിക്കും. നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഈശോ പകർന്നു തരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ പിശാചിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികളെ ഉപയോഗിച്ച് നമ്മളെ സ്ട്രെസ്സാക്കും ജോലി സ്ഥലത്ത്. അപ്പോൾ ആ ജോലി സ്ഥലത്ത് അവർ നമ്മളെ സ്ട്രെസ്സാക്കുന്ന കാരണം നമ്മുടെ
പോയിന്റ് മുഴുവനും അവരിനി എങ്ങനെ നമ്മളെ കാണും, അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ സ്ട്രെങ്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ആകെപ്പാടെ വറീഡാണ്, ടെൻസ്ഡാണ്, ഇതെങ്ങനെ എങ്ങനെ എങ്ങനെ എന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ ഒരു ഡെഡ് ലൈൻ മുമ്പിൽ നിൽക്കുക. ഒത്തിരിയും പേര് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവർ, അനുകൂലിച്ചിരിക്കുന്നവരൊക്കെ കാണും. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനകത്ത് നിങ്ങളിങ്ങനെ മുൻപോട്ട് പോകുമ്പോഴത്തേക്കും സ്ട്രെസ്സ് കാരണം യു മേക്ക് എ സില്ലി മിസ്റ്റേക്സ്. ബട്ട് ടുഡേ ഈ ഒരു ക്രിസ്മസ് സീസണിൽ ഈശോ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ആ സ്ട്രെസ് അല്ലേ എൻ്റെ കയ്യിലോട്ടതാ. ഐ വിൽ ഗീവ് യു എ റിലീഫ് ആൻഡ് മൈ സ്പിരിറ്റ് വിൽ ഗൈഡ് യു. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ കാമായിട്ട് ആ സിറ്റുവേഷൻ നിർത്താൻ പറ്റും. നിങ്ങളുടെ വെരി ബെസ്റ്റിനെ പുറത്തു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവിന് പറ്റും. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞതെന്നു പറയും, നിങ്ങൾ ലോകമെങ്ങും പോയി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാവരും ഏൽപ്പിക്കുക. ഈ രണ്ട് കാര്യമാണ്. പിന്നെ പരിശുദ്ധാത്മാവ് വഴി നടത്തും. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവെ എന്നെ വഴി നടത്തണമേ. ഈശോയെ, ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ എന്നെ വഴി നടത്തണേ. ഇപ്പം തന്നെ ഇങ്ങനെയൊന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവെ എന്നെ വഴി നടത്തണമേ. ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പണ്ടിങ്ങനെ കുറേ സ്ട്രെസ് ഉണ്ടാക്കുന്ന മനുഷ്യർ ചുറ്റും വന്ന് നിൽക്കുന്ന സമയത്ത് വർക്ക് പ്ലേസിൽ കുറേ നാളുകൾക്ക് മുമ്പായിരുന്നു ഈശോനോട് പറഞ്ഞു, അവരെ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക, നമ്പർ 1. രണ്ടാമത്, പരിശുദ്ധാത്മാവ് അവരിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര കടുകട്ടി ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന, നിങ്ങളെ ഇടിച്ചു താഴുന്ന വ്യക്തിയായിക്കോട്ടെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു, അവരിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിച്ച് അവരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടും, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി നിൽക്കും. അപ്പം ഈശോയുടെ ആഗ്രഹം നമ്മൾ കർത്താവിനെ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണം. നമ്മളായിരിക്കുന്ന ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലേക്ക് ഈശോനെ കൊണ്ടുവരണം. അതാണ് നമ്മുടെ ടേക്ക് ദ സ്റ്റെപ്പ് നമ്പർ 1. ഇപ്പം നിങ്ങളൊരു ബിസിനസ് നടത്തുക, നിങ്ങളുടെ തൊട്ടപ്പുറത്ത് കച്ചവടം നടത്തുന്ന വ്യക്തിക്ക് നിങ്ങളുടെ കച്ചവടം നന്നായി പോകുന്ന ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അവിടെ കോമ്പറ്റീഷനും പ്രശ്നം കാരണം നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്. വൈകിട്ട് വീട്ടിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തോന്നുന്നു ഒന്ന് മദ്യപിച്ച് കഴിഞ്ഞ് ഇച്ചിരി റിലീഫ് കിട്ടുമല്ലോ. മദ്യപിക്കുമല്ല, അതിനും വലിയ റിലീഫ് കർത്താവിന് തരാൻ പറ്റും. ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ എൻ്റെ ബിസിനസ്സിൽ വന്ന് നിറയണമേ. എന്നിട്ട് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ വീഡിയോസും പ്രാർത്ഥനയൊക്കെ പങ്കെടുക്കുക. ആ സമയത്തും ദൈവം ആഗ്രഹിക്കുന്നത് 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറയുന്ന സമയത്ത് ദൈവാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വന്ന് നിറയപ്പെടും. ആൻഡ് ഹോളി സ്പിരിറ്റ് വിൽ ഇൻട്രവീൻ. ദൈവമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ സിറ്റുവേഷനിലേക്ക് കടന്നു വരും. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു മനുഷ്യന്, ആ ഒരു സാന്നിധ്യം നമ്മളെ സമാശ്വസിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് പിന്നെ മദ്യപിക്കാൻ തോന്നത്തില്ല. കാരണം കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആ സമാശ്വാസത്തിനുള്ളിലേക്ക് ആ വ്യക്തി പ്രവേശിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ സെയിന്റ് പോൾ പറയുക, 2 കൊറിന്തോസ് 1-ാം അധ്യായത്തിൽ, സകല കഷ്ടതകളിലും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു സമാശ്വാസമുണ്ട്. ആ സമാശ്വാസം കഷ്ടതകളിലൂടെയും സഹനങ്ങളിലൂടെയും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ പോകുന്ന നിങ്ങളും അനുഭവിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അത് ദൈവം തരുന്ന സൂപ്പർ നാച്ചുറൽ സമാശ്വാസം. അതാണ് ഏറ്റവും വലിയ ഡെലിവറൻസ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ഡെലിവറൻസ് നിങ്ങൾക്ക് കിട്ടാനാണ്. ആ ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും. ഇപ്പം ഈ എന്നാ സ്ട്രെസ്ഡാണെന്നറിയോ, ഈ UK-ലും അയർലൻഡിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആൾക്കാർ, നല്ല ജോലിയുള്ള മനുഷ്യർ എത്രയോ പേര് മെസ്സേജ് അയക്കുന്നുണ്ടെന്നറിയാമോ, അവർ ആത്മഹത്യയുടെ വക്കിലാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ജോലി എല്ലാം സൂപ്പർ ജോലി, വീട്ടിലെല്ലാവർക്കും ജോലി, ഭയങ്കര സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ മേലാത്ത സ്ട്രെസ്. അപ്പോൾ പിന്നെ പറയും പള്ളിയിലൊന്നും പോകുന്നില്ല, പറയാം പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രസംഗം കേൾക്കുമ്പോൾ സ്ട്രെസ്സാണെന്ന് പറയും, മൊത്തം സ്ട്രെസ്സ്. അപ്പോൾ ഇന്നാളൊരു മനുഷ്യൻ പറയുമായിരുന്നു, പുള്ളിക്ക് ലിവറിന് വയ്യ, ലിവർ സിറോസിസ്, അപ്പം മദ്യപിച്ചായിരുന്നു റിലീഫ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അതില്ല, ജോലിക്ക് പോകാതിരിക്കാൻ മേല, അവിടെ ചെല്ലുമ്പോൾ സ്ട്രെസ്സ്, വീട്ടിൽ വരുമ്പോൾ സ്ട്രെസ്സ്, പള്ളിയിൽ പോകുമ്പോൾ സ്ട്രെസ്സ്, മൊത്തം സ്ട്രെസ്സ്, ആത്മഹത്യയുടെ വക്കിൽ. എന്നാ ചെയ്യാൻ പറ്റും? എന്ത് ദൈവം, എന്ത് മനുഷ്യരാണെന്നറിയോ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. മനുഷ്യർ എന്ത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ട്രൈ ചെയ്താലും ഈശോ പകരുന്ന ആ ഒരു യഥാർത്ഥ സമാശ്വാസം കിട്ടുമ്പോഴാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന് 3-ാം വാക്യം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അപ്പോൾ സകല സമാശ്വാസവും, സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് തരുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. അപ്പം
ദൈവത്തിന് വചനം പറയുന്നത് എല്ലാ ക്ലേശങ്ങളിലും ശിഷ്യന്മാരെ സമാശ്വസിപ്പിച്ച ദൈവം സകല ക്ലേശങ്ങളിലും അവർക്ക് ഈ ഒരു സമാശ്വാസം കിട്ടി. ദൈവത്തിൽ നിന്നൊരു സൂപ്പർ നാച്ചുറൽ പീസ് കിട്ടി. ആ സമാശ്വാസം അനുഭവിക്കുന്ന അവർക്ക് മറ്റുള്ളവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റും. അതായത് സൂപ്പർ നാച്ചുറലായിട്ട് അവർ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് കടന്നു വരുന്ന ഒരു സമാശ്വാസമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷന് നടുവിൽ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, ഗോഡ് അണ്ടർസ്റ്റാൻഡ്സ് യുവർ സിറ്റുവേഷൻ. നമ്പർ 2, ഗോഡ് ഈസ് വിത്ത് യു ഇൻ ദി സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നു. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള നിങ്ങളുടെ ഓട്ടത്തെ ദൈവം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതിനിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലായിരിക്കും സ്ട്രെസ് കാരണം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇവിടെ ദൈവം നിങ്ങൾക്ക് വലിയൊരു സമാശ്വാസത്തെ പ്രദാനം ചെയ്യും. ഈ സമാശ്വാസം കർത്താവിൻ്റെ അഭിഷിക്തർ ഇവരെല്ലാം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്നതിനിടയിലാണ്. പൗലോസ്ലീഹയൊക്കെ ആണെങ്കിലും ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ അവരുടെ ലേഖനം പൗലോസ്ലീഹയുടെ ലേഖനം വായിക്കാൻ നമുക്കറിയാം. ഇതിൻ്റെ ഇടയിൽ കർത്താവിൻ്റെ കൂടെയുള്ള ഒരു ജീവിതം നയിക്കുന്നത്. അപ്പം പൗലോസ്ലീഹ പറയും, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സമാശ്വാസം നിങ്ങളും അനുഭവിക്കണം. അപ്പം ഇന്ന് ആ സമാശ്വാസമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. പരിശുദ്ധ അമ്മ പറഞ്ഞ ലൂക്ക 1:47, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് പറയുന്ന സമയത്ത് സിറ്റുവേഷൻ മുഴുവനും ഉൾട്ടാവും, ഇമ്പോസിബിളായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അവിടെ എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സങ്കീർത്തനം 37:4 ഇങ്ങനെ കാണാം, ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഗിവ് യു ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. പരിശുദ്ധ അമ്മ ആനന്ദിച്ച ആ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിലിറ്റീസിന്റെ ഇടയിലാണ്. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെ നടത്തിത്തരും. ഈ ക്രിസ്മസ് സീസണിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ആ സമാശ്വാസം സ്വീകരിക്കാനും സാഹചര്യങ്ങളിൽ നിന്ന് ഈ ഒരു സമാശ്വാസം നമ്മളെ ദൈവത്തിന്റെ ആ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ നിത്യമായി നിലനിൽക്കുന്ന ഏറ്റവും വലിയ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. അപ്പം നിന്റെ ആയുസ്, നിന്റെ ഒരു മനുഷ്യ ജീവിതത്വം, നിന്റെ ഒരു 100 വർഷം എന്ന് പറയുന്നത് 36,500 ദിവസം, 365 × 100. ഇതിനപ്പുറമായിട്ട് നിലനിൽക്കുന്ന നിന്നോടുള്ള ദൈവത്തിന്റെ പ്രണയം, നിന്റെ ആത്മാവിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം, ദാറ്റ് തിങ് എക്സിസ്റ്റ് ഫോർ എവർ. അത് പെർമനന്റ് ആണ്. ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം, ദൈവത്തിന് നിന്നോടുള്ള ആ ഒരു കരുതൽ, അത് 100 വർഷത്തിന്റെ ഒരു കരുതലല്ല. അതുപോലെ ദൈവം നിന്നെ സ്നേഹിക്കുകയാണ്, ദൈവം നിന്നെ മനസ്സിലാക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷന്റെ ഉള്ളിലേക്ക് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ അനുഭവിക്കുന്ന എന്നെ, ഇതേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേ. അവരുടെ ടൈം ലൈനിലേക്ക് ഞാനൊന്ന് കടന്നു വരട്ടെ. അവരുടെ ആത്മാവിനെ ഞാൻ എൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. അപ്പം ഈ സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ വേറെ ഓൾട്ടർനേറ്റീവ് റിലീഫ് തേടി പോകത്തില്ല. ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയപ്പെടും. അതാണ് ആദിമ സഭാ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. അവർക്ക് ഇങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ സോഴ്സ് ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അപ്പം ഇത്തരത്തിലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഈ വഞ്ചിയൊക്കെ തുഴയുന്ന പോലെ തനിയെ തുഴഞ്ഞ് തളർന്ന് മടുത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഒരു ബിസിനസ്സൊക്കെ നടത്തുക, ഇതെങ്ങനെ, ഈ വീട്ടിലെ കാര്യങ്ങൾ, പൈസ ഒത്തിരി അടയ്ക്കാനുണ്ട്, 100 കൂട്ടം കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് ഹെൽത്തിന്റെ കാര്യം നോക്കുന്നു പോലുമില്ല. ഈശോ എന്ന് പറയുന്നത്, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവാൻ, എന്നിലും വിശ്വസിക്കുവാൻ. ഈശോ പറയുന്ന, ഈശോയുടെ വാഗ്ദത്തങ്ങൾ അതല്ല അല്ലേ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തരുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, ഈശോ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. ഇവിടെ ശിഷ്യന്മാര് ഈശോ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഈശോ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. രാത്രിയായപ്പോൾ ഈശോ അവിടെ തനിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് വഞ്ചി, ഈശോയുടെ ശിഷ്യന്മാർ യാത്ര ചെയ്തിരുന്ന വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫ് ഇതുപോലെ വല്ലാത്ത ഒരു ഒലച്ചിലൂടെ കടന്നു പോവുകയാണോ? തിരമാലകളിൽ പെട്ട്. അപ്പം ചില സമയത്തൊക്കെ ലൈഫിൽ
ചില ഈ തിരമാലകൾ, നിങ്ങൾക്കറിയാം ഒരു പൈശാചികപരമായ ഒരു അറ്റാക്ക് വരുന്നത് എവിടെ നിന്ന് വരുന്ന അറിയാൻ മേല. ചില മനുഷ്യർ ഇത്രയും നാളും വളരെ ഓക്കെ ആയിട്ടിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നു. അല്ലെങ്കിൽ ചില ആൾക്കാർ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഓർത്ത വ്യക്തികൾ തന്നെ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു. നിങ്ങൾ എല്ലായിടത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ, നിങ്ങളെല്ലാം സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വർക്ക് ലൊക്കേഷനിൽ നിങ്ങളെ അങ്ങ് ഐസൊലേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ്, നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു കയ്യബദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഇത്ര നാളും കൂടെ നിന്നവരെല്ലാം ഇത് നിങ്ങളുടെ എന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ തോന്നുമോ ഈ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ, ഞാൻ ഈ നടുക്കടലിൽ അനാഥനായി ആരുമില്ലാതെ അലയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ വചനം ദൈവത്തെ വിളിച്ചവനാണ്, പള്ളി പോകുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, എന്നിട്ടും കർത്താവ് എന്നെ ഈ നടുക്കടലിൽ അനാഥനായി എന്നെ ഉപേക്ഷിച്ചോ കർത്താവേ, ദൈവമേ, ഞാൻ മാതാവിനെ വിളിക്കുന്നുണ്ട്, ഈശോയെ വിളിക്കുന്നുണ്ട്, ആരും എന്നെ സഹായിക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജിലൂടെ ദൈവം നിങ്ങൾക്ക് അരികിലേക്ക് കടന്നു വരികയാണ്. അവിടെ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട അത് വല്ലാതെ ഉലഞ്ഞു, സ്ട്രെസ്ഡ് ആണ് അവർ. കാരണം മുങ്ങിപ്പോകുമെന്ന് ഓർത്താണ് അവർ നിൽക്കുന്നത്. വെള്ളത്തിൽ മുങ്ങി ആരുടെ ഏറ്റവും വലിയ ഭയം എന്നാ? കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ വഞ്ചി മറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിലോട്ട് അവർ പോകും. ഇതാണ് അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. ഇപ്പം നിങ്ങളുടെ ലൈഫിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ ഈ സംഭവം അടച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും, എന്തുവാകട്ടെ, അതോർത്ത് നിങ്ങളുടെ മനസ്സ് വല്ലാതെ ഭാരമാണ്. സ്ട്രെസ് കാരണം നിങ്ങൾ എങ്ങനെയില്ലാതെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഇങ്ങനെ തുഴഞ്ഞു പോവുക, കാര്യങ്ങളെല്ലാം ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ തൊട്ട് താഴത്തെ വാക്യത്തിൽ നമ്മൾ കാണിക്കുകയാണ്, രാത്രിയുടെ 4-ാം യാമത്തിൽ, 4-ാം യാമം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു 3 മണിയൊക്കെ സമയം കഴിഞ്ഞാൽ ഒരു കൂരാക്കൂരിട്ടുള്ള ഒരു സമയം, രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ഇവരുടെ മനസ്സിൽ ഇവർ വെള്ളത്തിൽ പോകുന്ന ഓർത്ത് പേടിച്ചിരിക്കുക. പക്ഷെ അവരെന്തിനാണോ പേടിക്കുന്നത്, ആ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നുകൊണ്ട് യേശു അവരുടെ അടുക്കിലേക്ക് വരിക. അവര് ഭയപ്പെട്ടത് എന്താ? ഇവർ വഞ്ചി മറിഞ്ഞ് വെള്ളത്തിനടിയിൽ പോകുന്നു നോക്കുക, വെള്ളത്തിനടിയിൽ പോകുന്നോർത്താണ് അവർ ഭയപ്പെട്ടത്. എന്നാൽ അവരെന്തിനെ ഭയപ്പെട്ടോ അതിന്റെ മുകളിലൂടെ നടന്നുകൊണ്ട് യേശു വരികയാണ്. ഇന്ന് നീ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിന്റെ മുകളിലുമാണ് യേശു നിൽക്കുന്നത്. എനിക്കറിയാമല്ലോ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്. നിങ്ങൾ ഭയപ്പെടുന്ന ആ വിഷയത്തിന് മുകളിലാണ് യേശു. ദാറ്റ് ഈസ് ദ ഗോസ്പൽ. നിങ്ങൾ എന്തിനാണോ ഭയപ്പെടുന്നത് ആ ഭയപ്പെടുന്ന വിഷയത്തിന്റെ മുകളിൽ ഒരാൾ നിൽപ്പുണ്ട്. അവർ ഭയപ്പെട്ട് വെള്ളത്തിന് കീഴെ പോകുമെന്ന് ഓർത്ത. അപ്പൊ അവർ ഭയപ്പെട്ടിരിക്കുക, തീർന്നു, ഇപ്പം തീരും, എല്ലാം തീരും, വഞ്ചി തേണ്ടേ, കാറ്റാ, പ്രതികൂലമാണ്, മൊത്തം തീർന്നു, ഞങ്ങൾ വെള്ളത്തിൽ പോവും, മരിച്ചു പോവും, ചത്തുപോകും. ഇത് ഓർത്ത് ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ തന്നെ വെള്ളത്തിന് മുകളിലൂടെ കർത്താവ് നടന്നു വരും. കർത്താവ് ഒരിക്കലും കർത്താവിന് വെള്ളത്തിന് മുകളിലൂടെ നടക്കാം കഴിവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഈശോ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഈശോയുടെ ഒരു മിറക്കിളുകളും ഈശോ എനിക്ക് അത്ഭുതം ചെയ്യാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയുള്ള അത്ഭുതങ്ങളല്ലായിരുന്നു. ദൈവം ഏത് പ്രതിസന്ധിക്കും നിങ്ങൾക്ക് അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ അവിടുന്ന് സർവശക്തനാണ്. അവിടെ നിങ്ങളെ അറിയുന്നു, മനസ്സിലാക്കുന്നു. ഈ വെള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രതികൂല കാറ്റ് വരുന്ന സമയത്ത്, വഞ്ചിയിൽ നിന്ന് ഇവർ മറിഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇവരുടെ വായിൽ ചിലപ്പോൾ ചീത്തയായിരിക്കും വന്നത്. ചിലപ്പോൾ ഈശോനെ അവർ ചീത്ത പറഞ്ഞു കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു പോയി കാണും. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്, പക്ഷേ വീട്ടിൽ വന്നിരുന്ന ഒരു വല്ലാത്ത സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വായിന്ന് അതും ഇതും എല്ലാം ദൈവത്തോടായിരിക്കും പറയുന്നത്, അല്ലേ? സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ എൻ്റെ ദൈവം ഇതെന്തൊരു അവസ്ഥ, എൻ്റെ ജീവിതം എങ്ങനെയായി പോലെ നീ പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും മുമ്പോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവിന് സേന കടന്നു വരും. കാരണം നമുക്കറിയാം, കാരണം ആ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാൻ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവിടെ ദൈവം നമുക്ക് അനുകൂലമായിട്ട് ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. എത്രയോ തവണ അങ്ങനെ വന്ന് നിന്നിട്ടുണ്ടല്ലേ? നിങ്ങൾ എത്രയോ തവണ നമ്മളിൽ പലരും ദൈവത്തോട് മറുതലിച്ചപ്പോഴും ഈശോയ്ക്കെതിരെ സംസാരിച്ചിട്ട് ഈശോ അനുകൂലമായിട്ട് വന്നിട്ടില്ലേ? അത് കർത്താവിൻ്റെ സ്നേഹം. ഇവിടെ ഈശോ രാത്രിയുടെ 4-ാം യാമത്തിൽ ഈശോ കടലിന് മീതെ നടന്നു വന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. കാരണം ചില ദൈവത്തിന്റെ പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്, അതിന്റെ മുകളിൽ നമുക്ക് പറയും, നമ്മൾ ചിന്തിക്കോ ഇതിനപ്പുറത്തേക്ക് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈശോയുടെ ഓരോ അത്ഭുതങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യൻ ചിന്തിക്കുന്ന ആംഗിളിനെയാണ് ഈശോ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 അപ്പം എടുത്തു,
5000 പേർക്ക് കൊടുക്കും. അങ്ങനെ ഒരു സംഭവം നടക്കാൻ പറ്റത്തില്ല. രോഗികളെ തൊട്ടാൽ സൗഖ്യം കിട്ടും, അങ്ങനെ നടക്കാൻ പോകുന്നില്ല. ആംഗിളിനെ ബ്രേക്ക് ചെയ്യുക യേശു. നമ്മുടെ ചിന്താഗതികളുടെ ആംഗിളിനെ കർത്താവ് ബ്രേക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇവര് ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ ഈശോ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കും, ഞാനാണ്, ഭയപ്പെടേണ്ട. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഐ ആം. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഐ ആം. മുൾപ്പടർപ്പിൽ മോശയ്ക്ക് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാനാകുന്നു, ഞാനാകുന്നു. ഇന്ന് നിങ്ങളെ നോക്കി ദൈവം പറയുകയാണ്, പ്രതിസന്ധിയിലൂടെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ഒരു മെസ്സേജിലൂടെ ദൈവം നിങ്ങൾക്ക് അരികിലേക്ക് വരിക. ഞാനാകുന്നവൻ ഇതിന്റെ നടുവിലുണ്ട്, ഐ ആം. ഇത് ലോകത്തുള്ള മനുഷ്യർ എത്ര പേരാ ഇവർ മാത്രം അനുഭവിച്ചറിയുന്ന ഒരു കാര്യമാണ്. ചില മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബം മാത്രമായിരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി പോകും. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ രക്തബന്ധത്തിലുള്ളവരോട് പറഞ്ഞാൽ പോലും അവർ ചിലപ്പോൾ ഉൾക്കൊള്ളണമെന്നില്ല. ഇവിടെ ശിഷ്യന്മാർ വഞ്ചിയിൽ അവർ മാത്രമാണ് കാണുന്ന ഈ സംഭവം. അവർ വഞ്ചി മറിഞ്ഞ് വെള്ളത്തിൽ പോകുന്ന ഓർത്ത് നിൽക്കുമ്പോൾ വെള്ളത്തിന് മുകളിലൂടെ താണ്ട് ഈശോ വരുന്നു. ഈശോ പറയാം, ധൈര്യമായിരിക്കുവൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. നിങ്ങളുടെ സിറ്റുവേഷനിലേക്ക് നോക്കണ്ട, പ്രതികൂലത്തിലേക്ക് നോക്കണ്ട, വെള്ളത്തിന് താഴെ പോകുന്നോർത്ത് പേടിക്കണ്ട, വഞ്ചി തകരുമെന്നോർത്ത് പേടിക്കണ്ട. വേണ്ട, എല്ലാത്തിനും മുകളിൽ, വെള്ളത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഈശോ പറയും, ഞാനാകുന്നു, ഐ ആം. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കും. അപ്പം ആ 3 വാക്കിനകത്തൊരു വലിയ ശക്തിയുണ്ട്. ആ ശക്തി അവരിലേക്ക്, ആ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇന്ന് ഞാൻ ഈ ഒരു സീനിനെ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ, നടന്ന കാര്യത്തെ നിങ്ങൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈശോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തരുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഏത് അവസ്ഥയിലാണോ അതിനകത്തേക്ക് ഈശോ വന്നിട്ട് പറയുകയാണ്, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. കർത്താവ് പകർന്നു തരുന്ന ഒരു വലിയ സുരക്ഷിതത്വ ബോധം ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. ഈശോ പറയുക, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ധൈര്യമായിരിക്കുവിൻ. ഈ പറയുന്ന കർത്താവ് നിങ്ങളെ അറിയുന്നത് പോലെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇന്ന ഭവനത്തിൽ ജനിക്കണമെന്ന് അവനറിയാം. അവൻ സമയത്തിന് അതീതനാണ്. നിങ്ങൾ ഇന്ന വർഷം ജനിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇന്ന കുടുംബത്തിൽ ജനിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. നിങ്ങൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമെന്ന് അവൻ അറിയാമായിരുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ അവൻ അറിയാം. നിങ്ങൾ 100 വർഷം കഴിയുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം അറിയുന്നവൻ, ടൈം ലൈൻ അപ്പുറത്ത് നിൽക്കുന്ന ദൈവം ഇവിടെ കടന്നു വന്ന് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാനാകുന്നു, ധൈര്യമായിരിക്കുവിൻ. ഈശോ ആഗ്രഹിക്കുന്നത് ലോകത്തുള്ള എല്ലാ ദേവാലയങ്ങളിലും കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ റിയൽ ആയിട്ട് കർത്താവ് ഇറങ്ങി വന്ന് ജനങ്ങളെ സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നത്. ഈശോയുടെ ഹൃദയത്തിന് ആഗ്രഹം ഇതാണ്. ഈശോ ഒരിക്കൽ പറഞ്ഞ, എൻ്റെ പൊന്നു മോനെ, ലോകത്തിലെ മനുഷ്യർ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ ആ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അവർക്ക് എൻ്റെ ആത്മാവിനെയാണ് ആവശ്യം. എൻ്റെ ആത്മാവ് പകർന്നു തരുന്ന റിലീഫ് അത് മറ്റൊന്നിനും തരാൻ പറ്റത്തില്ല. ഈശോ എനിക്ക് ഒരു ശുശ്രൂഷ നൽകി. ഈശോ പ്രാർത്ഥന മധ്യയിൽ ഈശോ ഉള്ളിൽ നൽകിയൊരു കാര്യം തരുന്നു, നീ എന്നെ പങ്കുവെക്കുക, ഐ വിൽ ഫിൽ ദം വിത്ത് മൈ സ്പിരിറ്റ്. അത്രമാത്രം നീ ചെയ്താൽ മതി. ഈശോ എല്ലാവരുടെയും പറയുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്നെ ഒന്ന് പങ്കുവെച്ചു, ഞാൻ വന്ന് എൻ്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കാം. ഈശോയുടെ ആത്മാവ് നിറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പാപത്തിൽ തുടരാൻ പറ്റും? പറ്റത്തില്ല. എങ്ങനെ മദ്യത്തിൽ ആശ്രയിക്കാൻ പറ്റും? പറ്റത്തില്ല. എങ്ങനെ ഡ്രഗ്സിലേക്ക് പോകാൻ പറ്റും? പറ്റത്തില്ല. അതിലും വലിയൊരു റിലീഫ് ഉള്ളിലോട്ട് വന്ന് നിറയുകയാണ്. ഞാൻ പാശ്ചാത്യ രാജ്യങ്ങൾ, പല രാജ്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുമായിട്ട് ഇടപെടും. ഞാൻ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നൊരു കാര്യം, മലയാളികൾ അല്ലാത്തവരുമായിട്ടുള്ളവരൊക്കെ പറയുന്നൊരു കാര്യം, സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഭയങ്കര സ്ട്രെസ്സാണ്. വീട്ടിൽ വരുമ്പം ഓരോ കാര്യങ്ങൾ, ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഒന്നുമില്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ചിലപ്പം വലിയ കമ്പനിയും കാര്യങ്ങളും CEO ഒക്കെ ആയിരിക്കും, പക്ഷേ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്ട്രെസ്സാണ്. അപ്പം ഈ സിറ്റുവേഷനകത്തൂടെ കടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാശ്വാസം തേടിയാണ് ആൾക്കാർ പലപ്പോഴും ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുന്നത്. അപ്പം അവിടെ കേൾക്കുന്നത് മുഴുവനും പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്, കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പം മനുഷ്യന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവമായിട്ട് കണക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ കണക്ഷൻ കിട്ടാതെ പോകുമ്പോഴത്തേക്ക് ഓൾട്ടർനേറ്റീവ് കാര്യങ്ങൾ തിരയുകയാണ്. ഒന്നെങ്കിൽ ഡ്രഗ്സിൽ തിരയും, ആൽക്കഹോളിൽ തിരയും, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂ ഏജ് ഒക്കൾട്ട് പ്രാക്ടീസിൽ തിരയും. പണ്ടൊരു മനുഷ്യൻ എന്നോട് പറയുകയാണ്, എന്നോട് വർക്ക് ചെയ്ത ഒരു ആൻഡ്രൂ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആൻഡ്രൂ എന്നോട് പറയട്ടാ, ഞാൻ
വർഷത്തിൽ ഒരിക്കൽ അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അമൃതാനന്ദമായി അന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വരുന്ന സമയത്ത് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് റിലീഫ് കിട്ടുമെന്ന് പറയും. പിന്നെ റിലീഫ് കിട്ടുന്നില്ല, ഒരു 2 ആഴ്ച പിന്നെ റിലീഫില്ല. റിലീഫ് കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഡ്രഗ്സ്, ആൽക്കഹോൾ ഇതിൻ്റെ പുറകെ പോവുക. അപ്പോൾ ഒരിക്കലും ഞങ്ങളിങ്ങനെ ഒരു ക്രിസ്മസിലൊരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്നോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ പറഞ്ഞു. അപ്പം നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി പറയും, എടാ മദ്യപിക്കരുത്, ഡ്രഗ്സ് ഉപയോഗിക്കരുത്, അവിടെ ഇവിടങ്ങളിൽ പോകരുത്, ദൈവത്തോട് പ്രാർത്ഥന, നമ്മൾ കൽപ്പനകളിൽ അധിഷ്ഠിതമായി നമ്മൾ പറയും. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അത് പറയാൻ പോലും ഞാൻ പണ്ടങ്ങനെ ശ്രമിക്കുമ്പോഴൊക്കെയും മനുഷ്യർ പറയും, നോ 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 ഐ ഡോണ്ട് വാണ്ട് യു ടു ടോക്ക് അബൌട്ട് ഇറ്റ്, എനിക്ക് കൽപ്പനകളൊന്നും വേണ്ട, ഇതെന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അവരപ്പോഴെ ഡോഴ്സിനെ അങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യർ പള്ളി വരുന്നില്ല. പക്ഷേ ഞാനൊരിക്കൽ ഈ ക്രിസ്മസ് പാർട്ടിക്ക്, ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഈശോ എന്നോട് പറഞ്ഞു, എടാ നീ അവനെ ഒന്നും ജഡ്ജ് ചെയ്യണ്ട, നീ ഇങ്ങനെയൊന്ന് പറഞ്ഞേ, ഇന്ന് ഇങ്ങനെ ഒന്ന് ചോദിക്കാൻ ഈശോ എൻ്റെ ഉള്ളിൽ പറയാം, ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, ക്യാൻ ഐ പ്രേ ഫോർ യു? അപ്പം അതിനു മുമ്പ് ഈശോ എന്നോട് പറഞ്ഞു, എടാ നീ അവനെ ആൻഡ്രോയിനെ രക്തം കൊണ്ട് മുദ്രയിടും. അപ്പം ഞാൻ മനസ്സിൽ ഈശോയുടെ രക്തം കൊണ്ട് ഞാൻ ആൻഡ്രോയിനെ മുദ്രയിടും, രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ ആൻഡ്രോവിൽ നിറയണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ക്യാൻ ഐ പ്രേ ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. പുള്ളി പറഞ്ഞു, ഗോ ഫോർ ഇറ്റ്, നോ ബോദർ, യു ക്യാൻ പ്രേ ഫോർ മീ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ മേക്ക് എനി ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് പുള്ളി അവിടെ. പക്ഷേ ആസ് എ സ്പിരിറ്റ് ലീഡ്സ് ഐ പ്രേഡ്, ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ, ഈശോയെ അവിടുത്തെ സമാധാനം. ഈശോ പറഞ്ഞാൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, come unto me those who are heavy laden, those who are struggling, and I will give you the rest. ഈശോയെ ആ സമാധാനം ഈ മനുഷ്യരിൽ നിറയപ്പെടട്ടെ. 2 മിനിറ്റ് പ്രാർത്ഥിച്ച പുള്ളി പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഗ്ലാസ് ഒക്കെ വരുമ്പോൾ, വാട്ട് വാസ് ദാറ്റ്? ഇതെന്നതാ സംഭവം? അത് എവിടെ നിന്നാണ്? ഇതെന്താണ്? അപ്പം ഞാൻ പിന്നെ പുള്ളി വർക്കിന് വരുമ്പം എല്ലാ ദിവസവും കൊണ്ട് 2 മിനിറ്റ് ഈ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച. പിന്നെ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തോട് ഈശോയുടെ കുരിശുബലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പരിശുദ്ധ കുർബാനയിൽ ദ സോഴ്സ് ഓഫ് ഓൾ ദ ബ്ലെസ്സിങ്സ്, എവറിത്തിങ് ഈസ് കമ്മിങ് ഫ്രം ജീസസ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനം നിനക്ക് ദൈവം തരും, അത് ഓൾറെഡി കർത്താവ് അതിനു വേണ്ടി വില കൊടുത്തു. ഈ കാര്യങ്ങളും ദൈവസ്നേഹവും അങ്ങ് ഇൻട്രൊഡ്യൂസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ആളിപ്പോൾ ഒരു കർത്താവിന് വേണ്ടി കത്തിജ്വലിക്കുന്ന ഒരു വ്യക്തിയായി മാറി. സോ അവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ മതി, പള്ളിയിൽ ആളുകൾ വന്ന് നിറയും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തി നിറയുമ്പോൾ ഈ മനുഷ്യൻ മദ്യപാനത്തിൽ നിന്നൊക്കെ ഡെലിവറൻസ് കിട്ടിയ വ്യക്തി. കാരണം പിന്നെ പറയുന്നത്, എനിക്ക് വെള്ളക്കാരുടെ രീതി കൊണ്ട് എനിക്കറിയാമല്ലോ, അവർക്ക് ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും അഭിഷേകവും കിട്ടിക്കഴിഞ്ഞാൽ അവർ ജെന്യുവിനായിട്ട് കർത്താവിന് വേണ്ടി കത്തിജ്വലിച്ച് നിൽക്കും, ഭയങ്കരമായിട്ട് കത്തിജ്വലിച്ച്. അത് കാരണം അവർ ദിസ് വാസ് വി വർ ലുക്കിംഗ് ഫോർ, ഇതാണ് ഞങ്ങൾ തെരഞ്ഞുകൊണ്ട് കാണും, ഇതാണ് എല്ലാവരും തെരഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈശോ ഓൾറെഡി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകാം, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആത്മാവിനെ, സഹായകനെ നൽകാം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഇന്ന് എത്രമാത്രം മദ്യത്തിനും ഡ്രഗ്സിനും ആൽക്കഹോളിനും അടിമയാണെങ്കിലും ദൈവം നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളുടെ ലൈഫിനെ മെസ്റ്റപ്പായ ആ സിറ്റുവേഷനെ ദൈവം അറിയുന്നു, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. ഗോഡ് നോസ് ദാറ്റ്. ദൈവം മനസ്സിലാക്കും നിങ്ങളെ. ചിലപ്പോൾ നിങ്ങൾക്കൊരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പേരൻ്റ് ഉണ്ടായിരുന്നു. പണ്ട് എനിക്കൊരു ഭയങ്കര എന്നെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു വർക്ക്, ഒരു ലേഡി ഉണ്ടായിരുന്നു. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ എനിക്ക് അസ്വസ്ഥതയാണ്, അവരെന്നെ അതുപോലെ ടോർച്ചർ ചെയ്യുകയാണേ. അപ്പം ഇവരെക്കുറിച്ച് ആൾക്കാർ, ഇവർക്കൊരു ഭർത്താവുണ്ടായിരുന്നു, ഒരു മോനുണ്ട്. എന്നാൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ കൂടെ ഇവരിപ്പോൾ ജീവിക്കുകയാണ്. അപ്പം 2 സ്ത്രീകൾ ഒരുമിച്ച് വിവാഹിതരെ പോലെ അവർ ജീവിക്കുകയാണ്. അപ്പം ഇവരാണ് അവിടുത്തെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ പള്ളിയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന പറഞ്ഞപ്പം ഇവർക്ക് പെട്ടെന്ന് ഇതെല്ലാം ഇവർക്കെതിരെയാവുന്നൊരു ചിന്തയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്നെ അവിടെ ടോർച്ചർ ചെയ്യാവുന്നതൊക്കെ ഇങ്ങനെ ടോർച്ചർ ചെയ്തു. അങ്ങനെ കുറേ നാൾ നമ്മൾ അവരുമായിട്ട് റെക്കൺസിൽ ചെയ്ത് സ്നേഹത്തിൽ പോകാനൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നാളങ്ങ് പോയി. ഒരിക്കലും ഞാൻ നാട്ടിൽ ഒരു അവധിക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ഇവർ ചുമ്മാ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ കയ്യിലൊരു ബുക്കുണ്ട്. അപ്പം ഞാൻ ഇവരെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന അന്ന് മുതൽ, ഞാനവിടെ ജോലിക്ക് കയറി അന്ന് മുതൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നേ. അപ്പം അന്ന് ഞാൻ ഹോളിഡേക്ക് പോകുന്നതിന്, പപ്പായ്ക്ക് വയ്യാതായിരിക്കും, നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പം പോകുന്നതിന് തലേ ദിവസം ഇവർ എൻ്റെ അടുക്കൽ വന്ന്, ഇവരുടെ കയ്യിലൊരു ബുക്കുണ്ടായിരുന്നു. ആ ബുക്കിൽ മുഴുവൻ ഈശോയുടെ പിക്ചറാണ്, കുരിശുൻ്റെ പിക്ചറാണ്. ഇവരെൻ്റെ അടുത്ത് വന്നിട്ട് ഈ പിക്ചറെല്ലാം എടുത്ത് തന്നിട്ട് പറയും, ഇവരെന്നോട് പറയാം, ഫിലിക്സ് എന്നവർ, ഞാൻ പള്ളിയിൽ പോയിട്ട് വർഷങ്ങളായി, ഐ ഡോണ്ട് ഗോ ദർ, അവിടെ മുഴുവൻ കമാൻഡ്മെൻറ്റ്സാണ് പറയും, ഞാൻ അവിടെ പോകത്തില്ല.
പക്ഷെ എല്ലാ ദിവസവും എനിക്ക് ഉറങ്ങണമെങ്കിൽ ഈശോയുടെ ഈ കുരിശിൻ്റെ വഴിയുടെ പിക്ചർ കാണണം. ആ പിക്ചറുകൾ നോക്കി ഈശോയുടെ ആ കുരിശിൽ ഈശോ മരിക്കുന്ന ആ ഒരു പിക്ചർ കണ്ടോണ്ടാണ് ഇവരെല്ലാ ദിവസവും ഉറങ്ങുന്നത്. എന്നിട്ട് ഇവർ പെട്ടെന്ന് അങ്ങ് കരയുക. കരഞ്ഞിട്ട് എന്നോട് പറയും, ഇവർക്ക് ചെറുപ്പത്തിൽ ഇവർക്കൊരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഫാദർ ഉണ്ടായിരുന്നു. മദ്യപിച്ച് ഇവരെ റേപ്പ് ചെയ്യുന്ന പോലെ ഇവരെ അതുപോലെ പീഡിപ്പിച്ച ഒരു ഫാദർ. ഇവർ കല്യാണം കഴിച്ചപ്പം കെട്ടിയോനും അതുപോലെ തന്നെ കൺട്രോളിങ്, റെസ്ട്രിക്റ്റിങ്, എന്താ പറയുന്നത്, അങ്ങനെ ഇവർ വല്ലാതെ വീർപ്പ് മുട്ടി നീറിപ്പുകയുന്ന വല്ലാത്തൊരു ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി. അതിനിടയ്ക്ക് ഇവർ പള്ളിയിൽ പോകുമ്പോഴും കേൾക്കുന്നത് ഇവർക്ക് ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. എന്താണ്, എവിടെയാണ് ഇവർക്ക് റിലീഫ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രസംഗങ്ങളെ കേൾക്കുന്നില്ല. അങ്ങനെ അവസാനം ഇതിനെല്ലാം എതിരായി, ആണുങ്ങൾക്ക് തന്നെ എതിരായി, ദൈവത്തിനെതിരായി അവസാനം ഇവരൊരു സ്ത്രീയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഇവർ കടന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം തുടങ്ങിയപ്പം മുതൽ ഇവരുടെ കൂടെയുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ളവർ മുഴുവനും ഇവരെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ അവർ വീണ്ടും ഇതിനെതിരെ ഏതോ വലിയ സംഘടന പോലെ സംഘടനയുടെ ഒക്കെ തലപ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി നിൽക്കുവാണ്. പക്ഷെ ഇതിൻ്റെ നടുവിൽ അവർക്ക് ഉറങ്ങണമെങ്കിൽ അവർക്ക് ഈശോയുടെ ഈ പിക്ചർ കാണും. അപ്പം ഇത് പറഞ്ഞപ്പോഴത്തേക്കും കർത്താവിനോട് പറയും, ഇവരുടെ ഹൃദയം ഇറ്റ് വാസ് സെർച്ചിങ് ഫോർ മീ. ഇങ്ങനൊരു ദൈവം ഉണ്ടെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആർക്കും പറ്റുന്നില്ല. കാരണം ഇവരുടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനോ കഥകളോ ചരിത്രമോ ഒന്നും വേറെ ആർക്കും അറിയാൻ പറ്റില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അന്ന് ഞാൻ ഇവരോട് പറഞ്ഞു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ഗോഡ് ലവ്സ് യു. അപ്പം ഇവരെന്നോട് പറയും, എന്നോട് ആദ്യമായിട്ടാണ് ഒരാളിത് പറയും. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി, ഈ വ്യക്തിയുടെ മുഖത്ത് നോക്കി ഒരാൾ ആദ്യമായിട്ട് പറയും, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ സ്നേഹിക്കും. ഒരു 10 പ്രാവശ്യം പറയും, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ മനസ്സിലാക്കും, നിങ്ങളെ അറിയുന്നു. അന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇത്ര മാത്രം, ഫാദർ ഐ പ്രേ ദാറ്റ് മേ യുവർ സ്പിരിറ്റ് വിൽ ഫിൽ in her and she will experience the true peace that you are offering. അത് മാത്രമായിരുന്നു പിന്നീട് ഞാൻ നാട്ടിൽ വന്നപ്പോഴും എൻ്റെ പ്രാർത്ഥന. പിന്നീട് അവരവിടുന്ന് റിസൈൻ ചെയ്ത് പോയി. കുറേ നാൾക്ക് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു, അവരെല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആൻഡ് ഗോഡ് ചേഞ്ച് ഹെർ സർക്കംസ്റ്റാൻസ്. അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ദൈവം അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദൈവം അവർക്ക് ഒത്തിരി ബോധ്യങ്ങൾ കൊടുത്ത് അവരെ മുൻപോട്ട് നയിച്ചു. പക്ഷെ അതിനൊക്കെ മുമ്പ് അവരനുഭവിച്ചറിഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ സമാധാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഞാൻ അവരോട് അന്ന് അവരെൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാനും കൂടെ അവരോട് അവർ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ റോങ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് അവരെ കൽപ്പനകളിൽ അവർക്ക് ആ ഒരു ആത്മാവ് നഷ്ടപ്പെടുകയല്ലേ, ആ ഒരു ആത്മാവ് നഷ്ടപ്പെടുക. അപ്പോൾ ആ ഒരു ആത്മാവ് ദൈവത്തിന് സ്വന്തമാകണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ കർത്താവിൻ്റെ കൃപയ്ക്ക് സാക്ഷിയായിട്ട് നിൽക്കണം. ഇതാണ് പോപ്പും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷെ പോപ്പ് പറഞ്ഞ സംഭവത്തെ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ യാഥാസ്ഥിതിക ചിന്താഗതികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പോപ്പ് പറഞ്ഞത് തെറ്റല്ലെന്നോ ശരിയല്ലെന്നോ അല്ല. ഇത് തെറ്റല്ല, അത് തെറ്റാണെന്നും ശരിയാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് തെറ്റ്, എന്താണ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. പക്ഷെ അതിന് നടുവിൽ ദർ ഈസ് എ സ്പേസ്, ദർ ഈസ് എ തിങ്. അബ്യൂസീവായിട്ടുള്ള പേരൻസിനുണ്ടായ മക്കള്, ആൽക്കഹോളിക്സ് ആയിട്ടുള്ള പേരൻസിലുള്ള മക്കൾ, അബ്യൂസ്ഡ് ആയിട്ടുള്ള പാസ്റ്റ് റിലേഷൻഷിപ്സ്, ഇതിലൂടെ കടന്നുപോയ മെൻ്റൽ ട്രോമയിലൂടെ കടന്നുപോയ മനുഷ്യരിൽ വരുന്ന മാറ്റങ്ങൾ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ റോങ് ആയിരിക്കും. പക്ഷെ അവർക്ക് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ദർ ഈസ് എ ഹോപ്പ്, ദർ ഈസ് എ ഗോഡ്, ദർ ഈസ് എ ജീസസ് ഹു നോസ് യു ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് യു. അപ്പോൾ ആ കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരിൽ ഹീലിംഗ് നടക്കും. ഇറ്റ് മേ ടേക്ക് ടൈം, ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. പലരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ആയപ്പോൾ അവരുടെ കയ്യിലിരിപ്പുണ്ട്, അതുകൊണ്ട് അവരുടെ കയ്യിലിരിപ്പുണ്ട്, അവരനുഭവിക്കട്ടെ, അവർ നരകത്തിൽ പോകണേ പോട്ടെ, അങ്ങനെ പോട്ടെ. പക്ഷെ ദൈവത്തിന് അവർ വിലപ്പെട്ടവർ, അതാണ് അവിടുത്തെ പ്രശ്നം. ദൈവത്തിന് അവരുടെ പാസ്റ്റർ അറിയാം, ദൈവത്തിന് നിങ്ങളുടെ പാസ്റ്റർ അറിയാം, ദൈവത്തിന് നിങ്ങളുടെ സാഹചര്യം അറിയാം, ദൈവത്തിന് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ അറിയാം. അപ്പോൾ ദൈവം നീതിമാനാണ്, മനുഷ്യരുടെ ഒപ്പീനിയനല്ല, അവിടെ ദൈവത്തിൻ്റെ കൃപ, അതാണ് ദൈവത്തിൻ്റെ ഗ്രേസ്. ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്ന പോലെ വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടെ ദൈവത്തിൻ്റെ ഗ്രേസാണ് ഓരോ പ്രാർത്ഥനയിലും ബ്ലെസ്സിങ്ങിലും. ഒരു പുരോഹിതൻ ആസ്വദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപ, ആത്മാവിൻ്റെ ശക്തി ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. സോ വി ആർ ഗിവിങ് എ സ്പേസ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ടു ഓപ്പറേറ്റ് ഇൻ ദാറ്റ് പേഴ്സൺ. അന്ന് ഞാൻ ഫിലിക്സിനോട് ഞാൻ പറയുകയാണ്, ഇതൊന്നും ശരിയല്ല കേട്ടോ, ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും പിന്നെ അവർ
ഇപ്പം അവർ ആ പഴയ ഓർഗനൈസേഷനിൽ നിന്നൊക്കെ അവർ റിസൈൻ ചെയ്ത് അവർക്കൊരു വേറെ ലൈഫ് കിട്ടി. ദൈവം ഒരു ഈശോയോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അന്ന് കർത്താവ് എന്നോട് പറഞ്ഞത് ഇത്ര മാത്രമാണ്, അവളോടുള്ള എൻ്റെ സ്നേഹത്തെ നീ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും ആൻഡ് പ്രേ ദാറ്റ് ഷി വിൽ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. And she was filled with the Holy Spirit. കർത്താവ് അവർക്ക് ബോധ്യം കൊടുത്തു, അവർക്ക് റിക്കൺസിലിയേഷൻ കൊടുത്തു. ആ ഒരു മോശമായ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പുറത്തു വന്നു, ഒരു ഹീലിംഗ് കൊടുത്തു. ഇന്ന് ലൈഫിൽ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വ്യക്തികളോട് സംസാരിക്കും. ചിലപ്പോൾ നാളെ നിങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനോട് നിങ്ങൾക്ക് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല, എങ്ങനെ അവരോട് സംസാരിക്കണമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ദൈവം നിങ്ങളിലൂടെ അവരോട് സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരിലൂടെ അവരോട് സംസാരിക്കും. ഗോഡ് ഈസ് കേപ്പബിൾ എനഫ്. ദൈവത്തിനത് അതിന് സാധ്യമാണ്. ഇവിടെ നമ്മുടെ ഒരു ജഡ്ജ്മെന്റാലിറ്റി ഉണ്ട്. ആ ജഡ്ജ്മെന്റാലിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈശോ പറഞ്ഞില്ല, നിങ്ങൾ വിധിക്കരുത് എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. ബട്ട് വി ലവ് ടു ജഡ്ജ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്നാ? ജഡ്ജ് ചെയ്യുക, അല്ലേ? വിധിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അവൻ അങ്ങനെയാ, അവൾ അങ്ങനെയാ, നീ പിന്നെ എനിക്കറിയാൻ പറ്റില്ല, നിനക്ക് എന്നാ അറിയാം, നിനക്കൊന്നും അറിയാൻ പറ്റില്ല. ആ വ്യക്തി അങ്ങനെ നീ ചിലപ്പം ചില ആൾക്കാരെ കുറിച്ച് ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഓർക്കും, ഈ മനുഷ്യൻ, ആ മനുഷ്യനെ ജനിച്ച നിമിഷം മുതൽ മൊത്തം അറിയാം, ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം അങ്ങ് ജഡ്ജ് ചെയ്യുക. അതുകൊണ്ട് ഈശോ ജഡ്ജ് യു ഷാൽ നോട്ട് ബി ജഡ്ജ് നോട്ട്. വിധിക്കരുത് എന്നാൽ നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. ജഡ്ജ് നോട്ട്, യു ഷാൽ നോട്ട് ബി ജഡ്ജ്. വിധിക്കരുത് എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. ദൈവത്തിനറിയാം ഒരു മനുഷ്യന്റെ ഓരോ ടൈം ലൈനിൽ അവൻ കടന്നു പോകുന്ന ഒരവസ്ഥകൾ. അതിൻ്റെ നടുവിൽ അവനെ ദൈവം സുവിശേഷത്തിലൂടെ പറയുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എനിക്ക് ഒരു വ്യക്തിയോടുള്ള സ്നേഹം അചഞ്ചലമാണ്, അത് മാറ്റമില്ലാത്തതാണ്. സർവ്വതും എല്ലാം ബാക്കി എന്തെല്ലാം മാറ്റപ്പെട്ടാലും നിത്യമായി നിലനിൽക്കുന്ന ഇറ്റേണൽ ആയിട്ടുള്ള ട്രൂത്ത് ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ അത് നമ്മുടെ ചിത്തത്തിൽ നിറയുമ്പോൾ, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ലൂക്ക 1:47, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മ ഇത് പറയുന്ന സമയത്ത് സാഹചര്യങ്ങൾ മൊത്തം ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് നടുവിൽ നിന്നാണ് പരിശുദ്ധ അമ്മ ഇത് പറയുന്നത്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. My soul magnifies in the beauty of the Lord. Hallelujah. അമ്മയുടെ ആത്മാവിൽ അമ്മയ്ക്ക് മനസ്സിലായി, ഞാൻ സുരക്ഷിതയാണ്. കാരണം ഞാൻ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടത്തേക്ക് അസാധ്യമായതൊന്നുമില്ല. വെള്ളത്തിന് മുകളിലൂടെ ഈശോ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഈശോ വിളിക്കുന്നുണ്ട്. പത്രോസ് പറയാ, കർത്താവ് ഇത് നീയാണെങ്കിൽ എന്നെ കൂടി, അങ്ങനെയല്ല പറയുന്നു അല്ലേ? നീയാണെങ്കിൽ എന്നെ കൂടി അതിലെ നടന്നു വരാൻ വേണ്ടി പറയാനാണ് വിളിക്കും. അപ്പോൾ ഈശോ പറയുന്നുണ്ടോ, വരിക, കമോൺ. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസെ വരൂ എന്നല്ല പറഞ്ഞു, വരൂ. ആർക്കും വെള്ളം വരാൻ, വഞ്ചിയിലുള്ള ആർക്കും വെള്ളം വരാൻ. വരൂ, അത്ഭുതങ്ങളിലൂടെ നടക്കുവാൻ വരൂ. നിന്നെ ഞാൻ നടത്താം, അത്ഭുതങ്ങളിലൂടെ നിന്നെ നടത്താം. വരൂ. പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. നമ്മളും പലപ്പോഴും ഭയപ്പെടുന്നതിന്റെ കാരണം, നമ്മളും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കും, കമ്പയർ ചെയ്യും, നമ്മൾ ഓരോ സാഹചര്യങ്ങളിലേക്ക് നോക്കും. ഇതേ അവസ്ഥ വന്ന് വേറുള്ളവരുടെ കാര്യമായിട്ട് കമ്പയർ ചെയ്യും. ഇവിടെ അതൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. വരൂ, ഭയപ്പെടേണ്ട, ഇതിന് മുകളിലൂടെ ഞാൻ നിന്നെ നടത്താം. എൻ്റെ കണ്ണ് എന്നിൽ മാത്രമായിരിക്കട്ടെ, ഈശോയിൽ മാത്രം ആ കണ്ണ് ഒട്ടക്കിയാൽ മതി. കർത്താവ് വഴി നടത്തും, അത്ഭുതകരമായ വഴി നടത്തും. അഡിക്ഷൻസിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി ഭയങ്കരമായ അഡിക്ഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ദൈവം ഇപ്പോൾ ലൈവിൽ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കമ്പനിയിൽ എന്തോ ഒരു ഹയർ അതോറിറ്റി നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരു വല്ലാത്ത അഡിക്ഷനുണ്ട്, അതിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. യു ആർ ലിവിങ് ഇൻ ദ കണ്ടംനേഷൻ.
You are dragging out of Christian faith slowly. You are falling into the Buddhist meditation and all. You know who I am talking about. നിന്നെക്കുറിച്ച് തന്നെയാണ്. ഒരു ബ്ലൂ ഷർട്ട് ഇട്ട ഒരു വ്യക്തിയാണ്. ഐ എം ടോക്കിംഗ് ടു യു. നിങ്ങൾക്ക് റിലീഫ് കിട്ടും. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ മുഴുവൻ കൽപ്പനകൾ കേൾക്കുന്ന നിങ്ങൾ പയ്യെ അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പയ്യെ ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് റിലീഫ് തേടി നിങ്ങൾ ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി. Now Lord wants you to know He will give you the relief. He knows you, He loves you, He accepts you, He understands you. And He will give you the relief. ജൂതമതത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ജൂതമതം ഈ പറയുന്ന മനുഷ്യരെ പേടിപ്പിച്ച്, സ്വർഗത്തെ നരകത്തെയും കുറിച്ച് പേടിപ്പിച്ച് അവരെ പിടിച്ചു നിർത്താൻ നോക്കി. മനുഷ്യർ ഫോളോ ചെയ്യൂ. മനുഷ്യർ കുറേയൊക്കെ ഇതുണ്ടെന്ന് മനുഷ്യൻ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ മനുഷ്യരെ അവർ പറയുന്നതിനെ 10 ഇരട്ടി ഇതിലാണ് അവിടെ പാപം വർദ്ധിച്ചുകൊണ്ടിരുന്നത്. ഈശോ വന്നിട്ട് ഇവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരെ ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ തുടങ്ങി. അപ്പം കർത്താവിൻ്റെ ആ അക്സെപ്റ്റൻസ് കാരണം കർത്താവ് അങ്ങനെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈശോ വരുവാന്ന് ഓർത്തു. നിങ്ങളുടെ നാട് ഏതാണോ ആ നാട്ടിൽ ഈശോ വരിക. നിങ്ങളുടെ നാട്ടിൽ ഈശോ വന്ന് ഈശോ നിങ്ങളുടെ നാട്ടിൽ കൂടെ നടക്കുക. അവിടെ ഒരു കള്ളു കുടിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ കാണുമ്പോഴത്തേക്ക് ഈശോ എന്നായി? എൻ്റെ അഭിപ്രായത്തിൽ ഈശോ ആ ചേട്ടനെ ഇങ്ങനെ ചേർത്ത് നിർത്തിട്ട്, കുട്ടപ്പൻ ചേട്ടൻ എന്നെ ഉണ്ട്, സുഖമാണോ എന്നൊക്കെ ചേർത്ത് ഒരു ഉമ്മയെ കൊടുക്കും. അപ്പം ഈശോയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു അഭിഷേകം ആ മനുഷ്യനെ മാറ്റി. ഇതായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു തെമ്മാടിയാന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹോമോസെക്ഷലാന്ന് പറയുന്ന, അല്ലെങ്കിൽ മദ്യപാനിയാന്ന് പറയുന്ന ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ യേശു എങ്ങനെ പെരുമാറും? യേശു എങ്ങനെ അവരോട് പെരുമാറും? നമ്മൾ ബൈബിളിൽ കാണുന്ന കർത്താവ് അവരെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കും. അങ്ങനെ കർത്താവിനെ തൊട്ട മഹാഭാവികൾ ആരും പാപത്തെ തുടരാൻ പറ്റിയിട്ടില്ല. ഇന്ന ജാതിയൊന്നും മതമൊന്നുമില്ല. കർത്താവ് എല്ലാവരെ സ്നേഹിക്കും. ആ കർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിക്കും പിന്നെ കർത്താവിനെ വിട്ടിട്ട് പോകാനും പറ്റത്തില്ല. ഇതാണ് സംഭവം. എന്നിട്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ്, ഞാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ ദിവികാരുണ്യമായി തീരുകയാണ്. നിങ്ങൾ എൻ്റെ ഈ റിയൽ ക്യാരക്ടർ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുക്കോട്ട് ഞാൻ വന്ന് നിൽക്കും. ഞാൻ അത്ഭുതം ചെയ്യും, അടയാളങ്ങൾ ചെയ്യും. ഇതെല്ലാം സത്യമാണ്, ഞാൻ വെളിപ്പെടുത്തും. അവിടെ എൻ്റെ പ്രവൃത്തി അവിടെ നടക്കും. ഇതൊക്കെയാണ് ഈശോ പറയുന്നത്. സിമ്പിളായിട്ടാണ് പറയുന്നത്. ഇന്ന് ഈശോയുടെ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും കേട്ടോ. ഈശോ നമ്മുടെ നടുവിലുണ്ട്, വിശ്വസിച്ച്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന ആക്സിഡൻ്റൽ ആയിട്ടല്ല. എനിക്ക് 100 കണക്കിന് പേരൻസ് ഇങ്ങനെ ഈ മക്കളുടെ ഓരോ ലൈഫിലെ ഓരോ സിറ്റുവേഷൻ പറഞ്ഞ് അവരിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പേരൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരൊരുപാട് ഉപദേശിച്ചു, പലതും പറഞ്ഞു നോക്കി, പിള്ളേർ കേൾക്കണില്ല. ഞാൻ അപ്പന്മാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ മക്കളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരിൽ ആത്മാവ് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ആത്മാവ് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിലൊരു അമ്മ എന്നോട് ഇവിടെ കാലിഫോർണിയയിലുള്ളൊരു ഒരു അമ്മ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഈ ആൻറ്റി, ഈ ചേച്ചി നമ്മുടെ ഈ ഫേസ്ബുക്കിൽ കിടന്ന ടോക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഇവർ നോക്കുമ്പോൾ ഈ പയ്യൻ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ലൈഫിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇവർ ഉപദേശിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ വ്യക്തിയിൽ വന്നപ്പോൾ അത് വലിയൊരു ദൈവത്തിന് ഇടപെടലാണ്, അല്ലേ? പരിശുദ്ധ അമ്മയുടെ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലാണ്. ഇവർ ഉപദേശിച്ചിട്ട് നടക്കാത്ത സംഭവം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടന്നപ്പോൾ ആ വ്യക്തികൾ സംഭവിക്കുകയാണ്. ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ. സുവിശേഷം എന്ന് വെച്ചാൽ എന്താ? സന്തോഷത്തിൻ്റെ വർത്തമാനം. ഈശോ ആരാണ്, എന്താണ്, അവിടുന്ന് കുരിശിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്, നിങ്ങളിതൊന്ന് പറ. വിശ്വസിക്കുന്നവരുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി നിൽക്കാം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല മനുഷ്യരെയും പേടിപ്പിക്കുവേൻ, ഉപദേശിക്കുവേൻ എന്നാണോ ഈശോ പറഞ്ഞത്? ഉപദേശിക്കാം. എപ്പോഴാണെന്നറിയാവോ? ഈശോയുടെ സ്നേഹത്തെ മനസ്സിലാക്കി കൊടുത്ത് അവരിൽ ആ ഹീലിംഗ് കിട്ടിയ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൽ ഒരാൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും. നീ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ,
അങ്ങനെയാണ് അപ്പോസ്തലന്മാർ ലേഖനങ്ങളിലൂടെ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ബട്ട് ദ ഗ്രേറ്റസ്റ്റ് മെസ്സേജ്, പ്രസംഗിക്കപ്പെടേണ്ട ഏറ്റവും വലിയ പ്രസംഗം, ഏറ്റവും വലിയ മെസ്സേജ് 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിൽ സെയിന്റ് പോൾ പറയുകയാണ്, സുപ്രധാനമായി ഞാൻ നിങ്ങളോട് പങ്കുവച്ചതും നിങ്ങളുടെ ഇടയിൽ പറഞ്ഞതും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്. അവൻ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കടന്നു വന്നു, പാപികളായ നമുക്ക് വേണ്ടി കടന്നു വന്നു, അവൻ കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. ആൻഡ് ഹി നോസ് യു, ഹി ലവ്സ് യു, ഹി അണ്ടർസ്റ്റാൻഡ്സ് യു, ഹി ആക്സെപ്റ്റ്സ് യു. നിങ്ങൾ ജോലി സ്ഥലത്ത് വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ മെസ്സേജ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്തിട്ട് നിങ്ങളോട് തന്നെ പറയണം, ജീസസ് ലവ്സ് മീ, ജീസസ് അണ്ടർസ്റ്റാൻഡ്സ് മീ, എന്നെ മനസ്സിലാക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നെ അംഗീകരിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കൃപയെ ഈ സാഹചര്യത്തിൽ, ആ കൃപയെ ഞാൻ സ്വീകരിക്കുന്നു. ഈശോ പറഞ്ഞില്ല, നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. നിങ്ങൾ എന്നിട്ടൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് നോക്കിക്കുക. നിങ്ങളെ വിഷമിപ്പിക്കുന്ന ജോലി സ്ഥലത്തുള്ള വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കും. അവർ നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. ദ പവർ ഓഫ് ജീസസ്, ഈശോയുടെ സാന്നിധ്യം നിങ്ങൾ വന്ന് നിറയപ്പെടുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വന്ന്, കാരണം നിങ്ങളിലാണ് പിന്നെ അവർക്കുള്ള ഇന്നർ ഹീലിങ്ങിനുള്ള ഉത്തരം ഇരിക്കുന്നത്. നിങ്ങളിലാണ് ഈശോ ഇരിക്കുന്നത്, നിങ്ങളിലാണ് ഈശോയുടെ സാന്നിധ്യം. നിങ്ങളിലൂടെ ഈശോ അവരിലേക്ക് മിനിസ്റ്റർ, നിങ്ങളിലൂടെ ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ഈശോയെ ആരാധന. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഈശ്വരനെ മനസ്സ് സ്തുതിച്ച്. ഒരിക്കലും ആൻറ്റി ഷിക്കാഗോയിൽ നിന്ന് ഒരു ആളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അവർക്ക് വീട്ടിൽ പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല. ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥനയുടെ സംഭവം കുരിശ് വരയ്ക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ ജീവിത പങ്കാളിയും മക്കളും ബഹളം വെക്കും. അപ്പം ഇവർ പ്രാർത്ഥിക്കുന്നത് എന്നാണെന്നറിയോ, മുറിക്കകത്ത്. അപ്പം ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ ചില വഴക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അനുവദിക്കത്തില്ല. അതുപോലത്തെ ടോർച്ചറും പ്രശ്നങ്ങളുമാണ്. അപ്പം മുറിക്കകത്തിരുന്ന് ഹെഡ്ഫോൺസിനകത്ത് ഇങ്ങനെ ചെറിയ പാട്ടൊക്കെ കേൾക്കും. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ചിലപ്പം ബ്രദറിൻ്റെ മെസ്സേജൊക്കെ കേൾക്കും, കരഞ്ഞോണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യും കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ വന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ മേലെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരുന്ന് ഈശോയെ സ്തുതിക്കുന്നു. അങ്ങനെ കടിച്ചു പിടിച്ചിരുന്ന് സ്തുതിക്കുന്ന സമയത്ത് ആത്മാവിൽ വലിയ അഭിഷേകം നിറയപ്പെടും. ഒരിക്കൽ അദ്ദേഹം പറയും, ഇങ്ങനെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവ് വന്നിട്ട് വളരെ സ്നേഹത്തോടെ ഇടപെട്ടു, ഫുഡ് കുക്ക് ചെയ്തു, നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഒരുമിച്ച് വള്ളിയിൽ പോയി. അങ്ങനെ ഇതൊക്കെ എന്തൊരു വലിയ അത്ഭുതം, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഭയങ്കര വഴക്ക് കിടന്നിട്ട് മാറി നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. സോ ഹോളി സ്പിരിറ്റ് ക്യാൻ വർക്ക്. എന്താ പറയുക, നമുക്കത് നിങ്ങൾക്ക് മനസ്സിലാവും മിറക്കിളാണെന്ന്. അത്തരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത അപ്പുറത്തെ മുറിയിൽ നിങ്ങളുടെ മക്കൾ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് അറിയാതെ ദേ ആർ ഡൂയിങ് റോങ്, ഇറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പം നിങ്ങൾ മുറി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മക്കളിൽ നിന്ന് അറിയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ മക്കളിൽ നിന്ന് അറിയപ്പെടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒച്ച പ്രാർത്ഥിക്കാൻ പോലും മേലായിരിക്കും. നാളൊരു ഒരു ഒരു മമ്മി വിളിച്ചിട്ട് പറയുകയാണ്, മോനോട് ചെന്നിട്ടൊരു കാര്യം, മോനെ ഇത് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്യുന്ന തെറ്റാന്ന് പറഞ്ഞപ്പം പിള്ളേരെ അമ്മയെ തല്ലുക, ബീറ്റ് ചെയ്യുക. അപ്പം വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള പ്രായമായ പിള്ളേരെ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ഒന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ആൾ സ്ട്രെസ്സ് കാരണം BP കൂടി മുഴുവൻ ആളിപ്പം പോകുന്ന പോലത്തെ മുഴുവൻ അസുഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം ആയി. അപ്പം ഇതിനിടയ്ക്ക് പിള്ളേരെല്ലാം ഇത് അമ്മയുടെ പ്രാർത്ഥന കാരണം ഇതെല്ലാം വരാനുള്ളതെന്നും കൂടെ പറഞ്ഞു. അപ്പം പ്രാർത്ഥന എന്നാ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം എന്താ നമ്മളോട് പറയുന്നത്? ദൈവം പറയുന്നത്, നിനക്ക് എൻ്റെ കൃപ മതി. സ്റ്റോപ്പ് ഫൈറ്റിംഗ് യുവർ ബാറ്റിൽ ഇൻ യുവർ ഓൺ സ്ട്രെങ്ത്. നിന്റെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നീ ഒരു ബാറ്റിൽ ഫൈറ്റ് ചെയ്യരുതേ. അന്ന് അവരെ വെള്ളത്തിലൂടെ വഞ്ചി തുഴയുന്ന ആ ഒരു സീനില്ലേ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുക. ആ വഞ്ചി തുഴയുന്ന സമയത്ത് കാറ്റ് പ്രതികൂലമായി വന്നു. അപ്പം അവർ ഭയപ്പെടും, എല്ലാം തീരുന്നു, എല്ലാം തകരുന്നു, വെള്ളത്തിൽ പോവും, മരിച്ചു പോവും, തീർന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്ന് വെള്ളത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഈശോ പറയുകയാണ്, ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, ഞാനാകുന്നു. ഇനി മെസ്സേജിലൂടെ ഈശോ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയാണ്. ഈശോ പറയുക, ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ നീ മനസ്സിലാക്കുക, ധൈര്യമായിരിക്കുക, ഞാൻ ഇതിൻ്റെ നടുവിൽ നിന്നോടൊപ്പമുണ്ട്. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ റിമൈൻഡ് ചെയ്യും, നമ്മുടെ ചെറുപ്പം മുതൽ ദൈവം എങ്ങനെ നമ്മളെ വഴി നടത്തിയത്, അത്ഭുതകരമായ വഴി നടത്തിയ കാര്യങ്ങൾ, അതൊക്കെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഇപ്പോഴത്തെ പ്രോബ്ലത്തിൽ നിന്ന് കണ്ണുകളെടുത്ത് ഹൗ ഗോഡ് ഹാസ് ടേക്കൺ യു സോ ഫാർ അതൊന്ന് ഓർത്ത് നന്ദി പറഞ്ഞ്, ആൻഡ് ഹിസ് പ്രസൻസ് വിൽ ഹീൽ അവർ മൈൻഡ്.
നമ്മൾ നന്ദി പറയാൻ തുടങ്ങുന്ന നമ്മുടെ മൈൻഡ് ഹീലാവും. നമ്മുടെ മൈൻഡ് ഹീലായി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ലൊരു ഉറക്കം ദൈവം നൽകും. ഈ ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലപ്പം രാത്രി ഉടക്കി നിന്ന അപ്പനും മക്കളും ജീവിത പങ്കാളിയൊക്കെ നിങ്ങളോട് നൈസായിട്ട് ഇടപെടും. ഇങ്ങനെ അത്ഭുതങ്ങൾ കിട്ടിയ ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, 100 പേരെ ഫോൺ വിളിക്കുക, ആരെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടും. ആരെ വിളിക്കാൻ കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മനസ്സ് മുഴുവൻ പുകഞ്ഞിരിക്കുക. ഈ സമയത്ത് ആ ഭാരത്തെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ദൈവം വഴി നടത്തിയ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യും. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കർത്താവ് അത് ഡീൽ ചെയ്യും. ഈശോ പറഞ്ഞില്ലേ, പുറപ്പാട് 14:14, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. കർത്താവ് ചെയ്യേണ്ട പാർട്ട് കർത്താവ് ചെയ്യുമെന്നേ. ഡോ നോട്ട് ഹോൾഡ് ഓൺ ടു ദാറ്റ്. ഇത് എൻ്റെയാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ വസ്തു, എൻ്റെ ജോലി, എൻ്റെ സംഭവം, ഇതെല്ലാം എൻ്റെ ആ പിടുത്തം വിട്. ഈശോ പറഞ്ഞാൽ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ഭൂമിയിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവരെല്ലാം ഇങ്ങനെ ചുറ്റും ഉണ്ടാകുന്ന ഓർത്താണ്. കർത്താവ് ഈ ഒരു സമയത്ത് നിന്നെ ഈ ഭൂമി കൊണ്ടുവന്ന, ഒരു 500 വർഷം മുമ്പ് ഈ ഒരു ടൈമിൽ നിന്നെ ദൈവം കൊണ്ടുവന്ന. ഇവരൊക്കെ ദൈവത്തിനറിയാം, ഈ സിറ്റുവേഷനോട് നീ കടന്നു പോകുന്ന ദൈവത്തിനറിയാം. അപ്പോൾ ഇതിനകത്ത് ഈശോയുടെ സാന്നിധ്യത്തെ സൂപ്പർ നാച്ചുറലായിട്ട് ഇതിനകത്തോട്ട് ദൈവം കടന്നു വരും. അന്ന് ശിഷ്യന്മാർ വെള്ളത്തിന് മുകളിലൂടെ യേശു നിൽക്കുന്നത് കണ്ടതുപോലെ ഒരു അനുഭവം നിനക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈശോ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ആ അനുഭവം കിട്ടുന്ന ഒരു വ്യക്തിക്ക്, കർത്താവിൻ്റെ കരങ്ങളിൽ ആ ഭാരം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് അവന് മനസ്സിലാവും, ഇതല്ല, ഇതിനപ്പുറമുള്ളൊരു റിയാലിറ്റിയാണ് എൻ്റെ ഈശോ. ഇതിനപ്പുറം ഒരു റിയാലിറ്റി അല്ലേ ഈശോ. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭാരങ്ങളൊന്ന് വിട്ടേ, ഇവർ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ. ചിലപ്പോൾ ഇത് പറയുമ്പോഴും പറ്റുന്നില്ലല്ലേ. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് ഒരു 100 വർഷം കഴിയുമ്പോൾ എവിടെയായിരിക്കും നിങ്ങൾ? ഒരു 100 വർഷം മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? അത് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെ അറിയുന്ന ഒരു ദൈവത്തെയല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അവൻ്റെ കരങ്ങളിലേക്ക് ഈ ഭാരങ്ങളെ സമർപ്പിക്കാൻ മാത്രം ഈശോ പറയുന്നുള്ളൂ. സമർപ്പിക്കുക. ഈശോയുടെ ആശ്വാസത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകും. എന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മൈ സോൾ ഡിലൈറ്റ്സ്. ലൂക്ക 1:47. സങ്കീർത്തനം 37:4. കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കും, നടത്തി തരും. എന്താ നടക്കാത്തതെന്ന് ഓർത്ത് വിഷമിക്കില്ല. ഡിലൈറ്റ് ഇൻ ഹിം. ഇപ്പം ഇത്തരത്തിൽ കർത്താവിനെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇറ്റ് ഇൻവോക്സ് ഹിസ് പ്രസൻസ്. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിറയും. ഈശോയുടെ സാന്നിധ്യം വന്ന് നിറയുമ്പോൾ അവിടെ ക്രിയേറ്റീവ് മിറക്കിൾ സംഭവിക്കും. ഒരു 5 അപ്പം മതിയായിരുന്നു 5000 പേര് 10,000 പേരെ പോഷിപ്പിക്കാൻ കർത്താവിന്. 5 അപ്പം. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ത് അത്ഭുതങ്ങളല്ലേ. അപ്പം ആ അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ അത് ആപ്ലിക്കബിൾ ആയിട്ട് നടക്കും. ഏത് മേഖലയ്ക്കകത്തേക്കും അതേക്ക് ദൈവത്തിൻ്റെ വലിയൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, ഒരു ഫ്ലോ, ഒരു ഡെലിവറൻസ് കടന്നു വരും. അപ്പം നമുക്കിന്ന് ഈവനിങ്ങിൽ ഇത്രയും നേരം നിങ്ങൾ ഈ ഒരു മെസ്സേജ് കേട്ടിരുന്നതിൽ ഞാൻ ദൈവത്തിൻ്റെ നാമം നിങ്ങൾക്ക് നന്ദി പറയുന്നു. 2-3 ദിവസമായിട്ട് ഈ ഒരു ടോപ്പിക്ക് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോപ്പ് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതെന്താന്ന് പോലും മനസ്സിലാക്കാതെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരുപാട് പേര് ഊക്കുറ്റി സ്ട്രെസ്ഡായിട്ട് എനിക്ക് മെസ്സേജ്. അവരെല്ലാം സ്ട്രെസ്ഡാണ്. പക്ഷെ ഒരു സഭയുടെ ഇടയൻ ഒരു കാര്യം പറയുമ്പോൾ അത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കും, നമ്മൾ ഓരോ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ അതും ഇതൊക്കെ വായിച്ചിട്ട് മനുഷ്യർ മുഴുവൻ സ്ട്രെസ്ഡ് ആവും. എല്ലാം ഇപ്പം തീരുവാണ്. അദ്ദേഹം പറഞ്ഞ ആംഗിളിനെ ആർക്കും പിടികിട്ടിയില്ല. എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതെന്നോ ആ ആംഗിളിനെ ഒന്നും മനസ്സിലാക്കാതെയാണ് പല ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയാണ്. ഇന്ന് ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഞാനുണ്ട്, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. ഇന്ന് ഈ ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾ ഈ സ്ക്രീനിന് നേരെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങളിന്ന് കരങ്ങൾ നീട്ടുക. ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഈ മക്കളിൽ വന്ന് നിറയപ്പെടണമേ, ഇവരുടെ ആത്മാവിൽ വന്ന് നിറയപ്പെടണമേ. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഈശോയുടെ സമാശ്വാസവും സ്വസ്ഥതയും ഇവർ അനുഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, നിരവധി സാക്ഷ്യങ്ങളിലൂടെ ഞാൻ പങ്കുവച്ച കാര്യങ്ങൾ അതിവർക്ക് മനസ്സിലാകുവാനും, കർത്താവെ, അങ്ങയുടെ റിയാലിറ്റിയെ മനസ്സിലാക്കി അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഒരു വ്യക്തി നിറയപ്പെടുമ്പോൾ അവനെ സ്ട്രെസ്സിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നല്ലോ. ആ സ്ട്രെസ്സാണല്ലോ പലപ്പോഴും പാപകരമായ ജീവിതത്തിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്നത്. കർത്താവെ, അന്ന് യഹൂദരായ ഫരിസേയന്മാർ
ഈ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ കടന്നു പോകുന്ന രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ഓട്ടത്തെ മനസ്സിലാക്കാതെ അവരിൽ കൽപ്പനകളുടെ വലിയ കൂരമ്പുകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ആ കൂരമ്പുകളെ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് വലിച്ചൂരി സ്നേഹം കൊണ്ട് അവരുടെ ഹൃദയത്തെ സൗഖ്യമാക്കി അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന യേശുവെ ഇന്നും ആ ശുശ്രൂഷ അവിടുന്ന് ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നീ മെസ്സേജ് കേൾക്കുന്ന ഓരോ വ്യക്തിയിലും നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടുമ്പോൾ അവർ പാപത്തിൽ നിന്ന് മോചിതരാകുന്നല്ലോ, അവരെ ആ സ്ട്രെസ്സിൽ നിന്ന് അവിടുന്ന് മോചിതരാകുന്നല്ലോ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ അനുഭവിക്കുന്ന വലിയ സമാശ്വാസം സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഇവരും അനുഭവിക്കുന്നതിന് വേണ്ടി സകല സമാശ്വാസത്തിനെയും ഉറവിടമായ ദൈവം ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളിലും ഞങ്ങളെ സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആ വലിയ സമാശ്വാസം, ഈശോ അവിടുത്തെ വലിയ സമാശ്വാസം തകർന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇന്ന് നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ ആ സമാശ്വാസം ഇന്ന് ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. കർത്താവെ, അവിടുന്ന് ആരും ജഡ്ജ് ചെയ്യുന്നില്ല. അവിടുന്ന് ഓരോ വ്യക്തിയുടെ ടൈം ലൈനിനെ, അവരുടെ ലൈഫിൽ കടന്നുപോയ അവസ്ഥകളെ, ജനിച്ചപ്പം മുതലുള്ള സാഹചര്യങ്ങളെ അവിടുന്ന് മനസ്സിലാക്കുന്നല്ലോ. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞ ദൈവമേ, എഫെസോസ് ലേഖനത്തിൽ പറയുന്ന ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഞങ്ങളെ അറിഞ്ഞു. ആ അങ്ങയുടെ ആ വലിയ സ്നേഹം ഇന്ന് ഓരോ മക്കളെയും പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. അവർക്ക് ആന്തരികമായ മുറിവുകളിൽ വലിയ സൗഖ്യങ്ങൾ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരവധി രോഗികളെ യേശു ഈ നിമിഷം സൗഖ്യമാക്കുന്നു. ആത്മഹത്യ ചിന്തകളിൽ നിന്ന് ഈശോ ഒരുപാട് മക്കളെ വിടുവിക്കുന്നു. നിരാശയുടെ പടുകുഴിയിൽ നിന്ന് നിരവധി വ്യക്തികളെ കർത്താവ് ഡെലിവറൻസ് നൽകുന്നു. ഒരു റോസ് എന്നൊരു പേര് കർത്താവ് നൽകുന്നു. റോസ്, യു ആർ വെരി ഇൻ ടു ഡിപ്രഷൻ ആൻഡ് സൂയിസൈഡലാണ്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ ഫെയിലിയർ വന്നു, 2 തവണ നിങ്ങൾ ഫെയിലായി, അതിൻ്റെ പേരിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആത്മഹത്യ ചിന്തയിലാണ്. നിങ്ങൾ ആരോടൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ പത്രത്തിൽ വരും, നിര്യാതയായെന്നൊക്കെ പറഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭീഷണിപ്പെടുത്തും. എന്തൊക്കെ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. റോസ്, നിങ്ങളെ ദൈവം ഹീൽ ചെയ്യുന്നു റൈറ്റ് നൗ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ അമ്മ നിങ്ങൾ ഉദരത്തിലായിരുന്ന നിങ്ങളെ കൺസീവ് ചെയ്ത സമയത്ത് അമ്മ അത് പലരും അമ്മയോട് നിങ്ങളെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു, പക്ഷേ ഷീ ഡിഡ്ന്റ് ഡു ഇറ്റ്. അമ്മയ്ക്കും എന്തോ ആത്മഹത്യ ചിന്തകളൊക്കെ. ആ ചെറുപ്പം മുതലേ ആ ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് നിങ്ങൾ, ഒരുപാട് ട്രോമയിലൂടെ. ഇന്ന് ഞാൻ ഈ മെസ്സേജ് നിങ്ങൾ ആക്സിഡൻ്റിൽ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ ആ ഒരു ബർത്തിൻ്റെ മൊമെൻറ്റ്, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തെ ഉരുവായ നിമിഷം മുതൽ ഈശോയുടെ സ്നേഹം നിങ്ങളെ സൗഖ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ നിമിഷം മുതൽ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് ആ നിമിഷം മുതൽ കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുക. നിങ്ങളെ ഐസൊലേറ്റ് ചെയ്യുന്ന, നിങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന, അവഗണിക്കുന്നതായിട്ട് തോന്നുന്ന ആ ഒരു ഡിപ്രഷൻ, ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ഒരുപാട് പേരെ കർത്താവ് ഈ നിമിഷം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ആന്തരികമായ ഒരുപാട് മുറിവിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലെ കർത്താവ് ഈ നിമിഷം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. വലിയ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 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 താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 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 അബ്യൂസീവായിട്ടുള്ള പേരൻസ് ഉള്ള വ്യക്തികളുടെ അങ്ങനെ അവരും അബ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അബ്യൂസ് അവരുടെ ലൈഫിലും അവരെ ആരൊക്കെ അബ്യൂസ് ചെയ്തു, അപ്പോൾ അവർ മക്കളെ അബ്യൂസ് ചെയ്യുന്നു മദ്യപിച്ചതിന് ശേഷം. അങ്ങനെയൊക്കെയുള്ള ട്രോമയിലൂടെ കടന്നുപോയ മനസ്സ് വളരെ കഠിനപ്പെട്ടു പോയ വ്യക്തികളെ കർത്താവ് നിമിഷം സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വലിയൊരു സൗഖ്യം ഈശോ നൽകുകയാണ്. ഈശോ തകർന്നു തരിപ്പണമായ ഒരു കുഷ്ഠരോഗിക്ക് അരികിലേക്ക് കടന്നു വന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, കർത്താവ് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. ഈശോ അവനോട് പറഞ്ഞ എന്നാണെന്നറിയോ? എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞ് കർത്താവ് അവനെ അങ്ങ് തൊടുകയാണ്, ചേർത്ത് നിർത്തുക. ഈശോയ്ക്ക് തൊടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ കർത്താവ് അവനെ തൊട്ടു. ആ മനുഷ്യൻ ഒരിക്കലും നടക്കില്ലെന്ന് ഓർത്തൊരു കാര്യമാണ്. കർത്താവ് ഒരു ആരെങ്കിലും എന്നെ തൊടുവോ, സ്പർശനം ഇനി ലഭിക്കത്തില്ലെന്ന് ഓർത്ത. പക്ഷെ ഈശോ അവനെ തൊട്ടു. അവൻ്റെ ഹൃദയത്തിൻ്റെ ആ ചെറിയ ആഗ്രഹത്തെ, നീറിപ്പോകുന്ന ആ വിഷയത്തിൽ, അവൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യത്തെ ദൈവം അത് അറിഞ്ഞ് അവനെ സൗഖ്യമാക്കി. കർത്താവിന് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് വാക്കുകൾ കൊണ്ട് സൗഖ്യം കൊടുക്കാറുണ്ട്, പക്ഷെ ഈശോ തൊട്ടു. ഹി ടച്ച്ഡ് ഹിം. കാരണം ഈശോയ്ക്ക് അവൻ്റെ അവസ്ഥയെ അറിയാമായിരുന്നു. അവൻ കടന്നു പോകുന്ന, നീറിപ്പോകുന്ന മാനസിക സംഘർഷങ്ങളും വ്യഥകളും അറിയാമായിരുന്നു. നിന്റെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഈശോയ്ക്ക് അറിയാം.
അതുകൊണ്ടാണ് ഈശോ നിന്നെ ഈ നിമിഷം സ്പർശിക്കുന്നത്. കണ്ണടച്ചേ, നിന്റെ തൊട്ടരികിൽ ഈശോ നിൽക്കുന്നുണ്ട്. നിന്റെ തൊട്ടരികിൽ സാത്താൻ എപ്പോഴും നിന്റെ കുറവിലേക്ക്, നിന്റെ ബലഹീനതയിലേക്ക്, നീ ചെയ്ത മിസ്റ്റേക്കിലേക്ക്, നിന്റെ കുഴപ്പമാണ്, നിന്റെ കയ്യിലിരിപ്പാന്ന് പറഞ്ഞ് നിന്നെ തളച്ചിടാൻ നോക്കുമ്പോൾ നിന്നിൽ നിന്ന് കണ്ണുകളെടുത്ത് നിന്നെ കെട്ടിപ്പിടിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നീ എൻ്റെ മകനാണ് മകളാണെന്ന് പറഞ്ഞു നിൽക്കുന്ന യേശുവിൻ്റെ നിന്നെ കർത്താവ് ഇപ്പോൾ കെട്ടിപ്പിടിച്ചു. കർത്താവിൻ്റെ ആ തിരുഹൃദയത്തിൽ നിന്നാണ് നിന്നിലേക്ക് ആ സൗഖ്യം കടന്നു വരാൻ വേണ്ടി പോകുന്നത്. നിന്റെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കർത്താവ് സൗഖ്യമാക്കുന്നു. നിന്റെ ആ ഒരു ട്യൂമറിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ കാലിൻ്റെ ആ നീര് വന്ന അവസ്ഥയെ കർത്താവ് സൗഖ്യമാക്കുന്നു. കാല് നേരെ നിങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഒരുപാട് വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഒരു തങ്കമ്മയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഒരു രഞ്ജുവിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ബിന്ദുവിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ജെയിംസിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. സദാനന്ദനെ കർത്താവ് സൗഖ്യമാക്കുന്നു. നിങ്ങളൊരു ഒരു 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 റിക്ഷ ഡ്രൈവറാണ്, നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നിമിഷം വ്യാപരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു വൈദികൻ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് എന്തോ ട്രബിളുണ്ട്. ഗോഡ് ഈസ് ഹീലിംഗ് യു റൈറ്റ് നൗ. ശക്തമായ ഹെഡേക്ക് കാരണം നിങ്ങൾക്ക് എന്തോ ഒരു മെഡിസിൻ നിങ്ങൾ എടുക്കുന്ന, ആ മെഡിസിൻ എടുക്കുന്ന കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. യു ആർ ഗോയിങ് ത്രൂ such a difficult situation in your life. You cannot continue your job. God is healing you right now. He is setting you free right now. ഇപ്പോൾ തന്നെ ഈശോയുടെ സാന്നിധ്യം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോയെ, ഞാൻ അനുഭവിക്കുന്ന അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ആത്മാവിൽ കൂടുതൽ നിറയപ്പെടുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുന്ന് എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്നെന്നും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആത്മാവിൽ അവിടുന്ന് രാജാവായി വാഴണമേ. എൻ്റെ ആത്മാവിലേക്ക് അവിടുത്തെ സാന്നിധ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഈശോയുടെ അക്സെപ്റ്റൻസ് നമ്മുടെ ഉള്ളിലേക്ക്, ആത്മാവിൻ്റെ ആ ഒരു അഭിഷേകത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ ഈവിൾ സ്പിരിറ്റ്സും വിട്ടു. പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ, നിങ്ങളെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പെടുത്തുന്ന എല്ലാം നിങ്ങളിത് വിട്ടു. ഈശോയുടെ ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങളെ വഴി നടത്തും. എപ്പോഴെങ്കിലുമൊക്കെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനെ നിങ്ങളുടെ ശക്തിയിൽ റിസോൾവ് ചെയ്യാൻ നോക്കരുത്, നിങ്ങളുടെ കരുത്തിൽ റിസോൾവ് ചെയ്യാൻ നോക്കരുത്. അവിടെ എല്ലാം ഈശോയുടെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരിക. എപ്പോഴെങ്കിലും ബലഹീനമായി വീണു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഈശോയുടെ കൃപയെ മുറുകെ പിടിക്കുക. ആൻഡ് ഗെറ്റ് ബാക്ക്. ദ ഹോളി സ്പിരിറ്റ് വിൽ ഫിൽ യു. പരിശുദ്ധാത്മാവെ നിറയണം. ഓരോ വ്യക്തിയിലും ഈശോയുടെ ആത്മാവ് നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കും. സ്വർഗത്തിലുള്ള എല്ലാ വിശുദ്ധരും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി നന്ദി പറയും. വിശുദ്ധരുടെ പ്രാർത്ഥന എന്നാണെന്നറിയോ? ഇപ്പം മഗ്ദല മറിയത്തിൻ്റെ പ്രാർത്ഥന എന്നാ നിങ്ങൾക്ക് വേണ്ടിയുള്ളത്? പത്രോസ്ലിയുടെ പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് വേണ്ടിയുള്ളത്? സെയിന്റ് പോളിന്റെ പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് വേണ്ടിയുള്ളത്? ലോകപ്രകാരം യഹൂദന് മേരി മാഗ്ദലിനെ അംഗീകരിക്കാൻ പറ്റുമോ? മേരി മാഗ്ദലിൻ ഒരു വിശുദ്ധയാണ്. ജൂതൻ എങ്ങനെ പറയാൻ പറ്റും? അവരല്ലേ കൺമുമ്പിൽ വ്യഭിചാരക്കുറ്റത്തിൽ മേരി മാഗ്ദലിനെ പിടിച്ചേ. But she is righteous through Jesus. ഈശോയിലൂടെ വിശുദ്ധയായി തീർന്നു. ഈശോയിൽ വിശ്വസിച്ച, ഈശോയിലൂടെ വിശുദ്ധയായി തീർന്ന മേരി മാഗ്ദലിന് പാപത്തിൽ തുടരാൻ പറ്റിയില്ല. കാരണം കർത്താവിന്റെ സ്നേഹത്തിനാണ് അവൾ തോൽപ്പിക്കപ്പെട്ടു. പത്രോസ്ലീഹ 3 തവണ ഈശോനെ തള്ളി പറഞ്ഞു പോയല്ലേ? ഈശോയുടെ സ്നേഹം തിരികെ മടക്കി കൊണ്ടുവന്നില്ലേ? സെയിന്റ് പോൾ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ? ഈ ഒരു സംഭവം നിന്നു പോകാൻ വേണ്ടി അതിന്റെ പിന്നിൽ ചരട് വലിച്ച വ്യക്തിയല്ലേ? സ്തേഫാനോസിന്റെ മരണത്തിന്റെ പിൻപിൽ, രക്തസാക്ഷിത്വത്തിന്റെ സമയത്ത്, പണ്ട് പള്ളിയിൽ ദൃശ്യാവരണമൊക്കെ കളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഈ സ്തേഫാനോസിന്റെ ആ ഒരു ലാസ്റ്റ് മൊമെന്റിനെ ഇങ്ങനെ ദൃശ്യാവരണം ഉണ്ടാകും. അപ്പം ചില സമയത്ത് ഞാൻ പൗലോസ്ലിയാവും, ചില സമയത്ത് ഞാൻ സ്തേഫാനോസാവും ചെറുപ്പത്തില്. അപ്പം ആ സ്തേഫാനോസിന്റെ മരണത്തിന്റെ പിൻപിൽ ചരട് വലിച്ച സാവൂളിന് ദൈവം മാനസാന്തരം കൊടുത്തപ്പോൾ, ദൈവത്തിന്റെ സ്നേഹം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പകരപ്പെട്ടപ്പോൾ, പുതിയ നിയമത്തിൽ ഒരു 3/2 ഭാഗങ്ങളും എഴുതിയതാരാണ്? ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും മനുഷ്യർക്ക്? അതുകൊണ്ട് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അതുകൊണ്ട് നമുക്ക് വിധിക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ കൃപയാണ്. ഈശോയെ, അവിടുത്തെ കൃപയുടെ ആഴങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ, ആ കൃപയിൽ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
വിശുദ്ധി എന്ന ആ ഒരു ഫ്രൂട്ട്, ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സമാശ്വാസം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഡെലിവറൻസ് നൽകി ആ വിശുദ്ധിയിൽ തുടരുവാൻ, ഈശോയുടെ ആ സ്നേഹത്തിൽ തുടരുവാൻ, ആ സമാശ്വാസത്തിൽ തുടരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വിശുദ്ധിയെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. എന്നറിയോ, പലപ്പോഴും ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഈശോയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര ലൈറ്റാവും. നമുക്ക് വേറൊരാളെ സ്നേഹിക്കാനും അവരെ മനസ്സിലാക്കാനും അവരോടുകൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നവരോടൊക്കെ ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുവാണ്. അത് ഹ്യൂമൻലി അറ്റൈൻഡ് അല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ്. വിശുദ്ധി എന്നുള്ളതും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എന്നെ വിഷമിപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ അവിടുന്ന് എന്നെ സഹായിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് സഹായിക്കും. കാരണം ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും, സഹായകൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. അങ്ങനെയല്ലേ പറഞ്ഞേ? ഈശോ പറഞ്ഞ വാക്ക് മാറ്റമുണ്ടോ? ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു എന്നാ നമ്മൾ ഈ നമ്മൾ ഈ TV ഷോയിലൊക്കെ ജഡ്ജായിട്ടിരിക്കുന്ന ഒരു ജഡ്ജിനെ നൽകുന്നതാണ് പറഞ്ഞല്ല. ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. ആൻഡ് ഹീ വിൽ ഹെൽപ്പ് യു. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഹീ വിൽ ഹെൽപ്പ് യു. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഹീ വിൽ ഹെൽപ്പ് യു. നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ഹീ വിൽ ഹെൽപ്പ് യു. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഹീ വിൽ ഹെൽപ്പ് യു. നിങ്ങൾ വചനം പ്രസംഗിക്കുന്നവരാണെങ്കിൽ ഹീ വിൽ ഹെൽപ്പ് യു. ഹീ വിൽ ഹെൽപ്പ് യു ആൻഡ് ഹീ വിൽ ഗൈഡ് യു ഇൻ ടു ഓൾ ദ ട്രൂത്ത്. He will guide you. 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 Holy Spirit will guide you. എന്നീ മെസ്സേജ് കേൾക്കുന്ന ഒരുപാട് പേർ കർത്താവ് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പീസും വലിയൊരു അഭിഷേകവും കർത്താവ് എന്ന് പകർന്നു തരുന്നു. കർത്താവെ, അങ്ങയുടെ ആ ഒരു അൺഷേക്കബിൾ പീസിൽ അവിടുന്ന് ഓരോ മക്കളെയും പൊതിഞ്ഞു പിടിക്കുമാറാകണം. ഭവന പണി പൂർത്തിയാക്കുവാൻ ബുദ്ധിമുട്ടുന്ന 10ഓളം പേരെ കർത്താവ് ബ്ലെസ് ചെയ്യുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾ നിങ്ങൾ സ്റ്റക്കാണ്. കോൺട്രാക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു വ്യക്തി, ഒരു റോയ് എന്നൊരു പേര് ദൈവം എടുത്ത് കാണിക്കുന്നുണ്ട്. റോയ് നിങ്ങളുടെ ബിസിനസ് ഭയങ്കര തകർച്ചയിലാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ മുമ്പോട്ട് പോകണം. റോയിൽ ഒരു സുവിശേഷകനെ ഞാൻ കാണുന്നെന്ന് ഈശോ പറയുന്ന കേട്ടോ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കും. നിങ്ങൾ ദൈവശക്തയോടെ ഉപയോഗിക്കും. നിങ്ങളെ കൂടുതൽ നിങ്ങളെ ദൈവം നമ്മുടെ കമ്പം തേനി ഭാഗമാണ് കർത്താവിനെ കാണിക്കുന്നത്. ഇടുക്കി ആ റീജിയൻ, അതുപോലെ തന്നെ അതിഥി തൊഴിലാളികളായിട്ടുള്ളവരുടെ ഇടയിലൊക്കെ നിങ്ങൾ അവരെ ഈശോയിലേക്ക് നയിക്കാൻ നിങ്ങളെ വളരെ ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കും കേട്ടോ. കർത്താവ് നിങ്ങളിലേക്ക് വലിയൊരു അഭിഷേകത്തെ നിമിഷം പകർന്നു തരുന്നു. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തെയൊക്കെ അതെല്ലാം ദൈവം ഇങ്ങനെ ഈശോ ഇങ്ങനെ കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക, അങ്ങനെ വെള്ളത്തിന് മുകളിൽ കർത്താവ് ഇങ്ങനെ നിന്നുകൊണ്ട് ഇതിനെല്ലാം ശാന്തമാക്കുന്ന ഒരു ഭാഗമാണ് കർത്താവ് എൻ്റെ മനസ്സിൽ കാണിക്കുന്നത്. നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ദേ വിൽ ഗോ വെരി സൂൺ ടു എബ്രോഡ്. കർത്താവ് വഴികൾ അവർക്ക് മുമ്പേ തുറക്കുകയാണ്. ഈശോ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിടുന്ന് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടി ഈശോ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കാം. നമ്മൾ പരിശുദ്ധാത്മാ ഒരു 10,000 മെസ്സേജുകൾ ഈ പേജിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. 2019 മുതലാണ്, കോവിഡിന് തൊട്ട് മുമ്പാണ് ഈശോ ഇങ്ങനെ ഒരു ഓൺലൈനിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞൊരു നിർദ്ദേശം കർത്താവ് ആ ടൈമിൽ നൽകുന്നത്. കോവിഡിൻ്റെ സമയം മുതലുള്ള ഒത്തിരി മെസ്സേജുകളുണ്ട്. നിങ്ങൾ പഴയ മെസ്സേജുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പോയി ഇടയ്ക്ക് കേൾക്കണം. അല്ലാതെ ആൾക്കാർക്ക് വേണം അയച്ചു കൊടുക്കാം. കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സ്പർശിക്കുന്ന സന്ദേശങ്ങൾക്ക് അത് മറ്റുള്ളവരെ സ്പർശിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഈ ഒരു ശുശ്രൂഷ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് മുമ്പോട്ട് വന്നൊരു ശുശ്രൂഷയാണ്. ഇതിനകത്ത് നമുക്കൊരു മണി എന്നുള്ളൊരു സംഭവം ഇല്ല ഇതിനകത്ത്. നമ്മളെല്ലാം, ഞാനും എൻ്റെ വൈഫ്, ഞങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് ബാക്കി ടൈമിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യുന്നൊരു ശുശ്രൂഷയാണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ നാളിതുവരെയായിട്ട് ഞങ്ങൾ ₹1 പോലും ഇതിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടില്ല. ഒരു സമയത്ത് ഞങ്ങൾ തന്നെ അങ്ങോട്ട് പൈസ മുടക്കി ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. കാരണം കർത്താവിൻ്റെ വചനം റീച്ച് ഔട്ട് ചെയ്യണം. ഈശോയുടെ സ്നേഹം ഒരുപാട് പേരിലേക്ക് എത്തിപ്പെടണം. അതുകൊണ്ട് തന്നെ ഇതൊരു കർത്താവിൻ്റെ സുവിശേഷം എന്നുള്ളത് ഒരിക്കലും ഇതൊരു മണി മേക്കിംഗ് സംഭവം അല്ല. ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം വരരുത്. ഇത് ഈശോയ്ക്ക്, സത്യം പറഞ്ഞാൽ ഈശോനെ കൊടുക്കാൻ നമുക്കൊക്കെ പറ്റും. അതിന് കർത്താവിനെ നമുക്കൊരു വില്ലിങ് ഹാർട്ട് മാത്രം ഈശോ നിങ്ങളെല്ലാവരും ഉപയോഗിക്കും. നിങ്ങളെല്ലാവരും ശക്തമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
പലപ്പോഴും ആൾക്കാർ ഓർക്കും ഇങ്ങനെ മെസ്സേജൊക്കെ ഇടുമ്പോഴത്തേക്കും ഇത് മണി ഉണ്ടാക്കാനാണ്, പൈസ ഉണ്ടാക്കാനാണ്. ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടാനില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഇന്നവരെ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ ഉള്ള ആർക്കോ അവരുടെ അതോറിറ്റീസിന് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. വി ഹാവ് നെവർ റിസീവ്ഡ് എ പെന്നി, ഒരു സെൻറ്റ് പോലും ഇന്നേ വരെ റിസീവ് ചെയ്തിട്ടില്ല, റിസീവ് ചെയ്യത്തുമില്ല. കാരണം ഇതൊരു ശുശ്രൂഷയായിട്ട് മുമ്പോട്ട് പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഇതിലൂടെ ദൈവത്തിൻ്റെ രാജ്യം വളരണം. തകർന്ന മനുഷ്യരെ ഈശോയ്ക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി, തകർന്ന് അരിപ്പണമായിരുന്ന എൻ്റെ ജീവിതത്തിലെ പല അവസ്ഥകളിൽ ഈ കർത്താവ് എന്നെ സമാശ്വസിപ്പിച്ചു. അപ്പം ഞാൻ അനുഭവിച്ച ഈ ഒരു സമാശ്വാസം നിങ്ങളും അനുഭവിക്കണം. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇഫ് യു ക്യാൻ പ്രേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതുമാത്രം മതി. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ആ പ്രാർത്ഥന വലിയൊരു ശക്തിയാണ്. കാരണം നമുക്ക് ഒത്തിരിയും പേരെ, തകർന്ന മനുഷ്യരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും. അങ്ങനെ എല്ലാ മനുഷ്യരും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ എന്നും വന്നേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇതൊരിക്കലും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അല്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു ശുശ്രൂഷകളെ, ഏതെങ്കിലും ഒരു മിനിസ്ട്രീനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതൊന്നും മുടക്കരുത് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന പള്ളികളെ ശുശ്രൂഷകൾ, അവിടെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ തുടർന്നും ചെയ്യുക. കാരണം ദൈവത്തിന് ആത്മാവ് നിങ്ങളെ അതിനൊക്കെ പ്രചോദനം ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങളും കുറേ മിനിസ്ട്രികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ദൈവത്തിന് ആത്മാവ് നമ്മളെ പ്രചോദിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സഭ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, അതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഗ്ലോറിയിൽ പ്രശോഭിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് കർത്താവ് നമ്മളെ വഴി നടത്തുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ ഭാരങ്ങളെയും, നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സകല സമാശ്വാസത്തിനും ഉറവിടമാകുന്ന ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സോ ഗോഡ് ബ്ലസ് യു. ഹാവ് എ good night. Stay blessed. Keep us also in your prayers. Ave Maria.